So last part we discussed about the various types of capital, equity and preference. And under preference we studied about various types like cumulative, non-cumulative, participating, non-participating, redeemable preference shares and all. Then we studied about various stages of issue, including issuing shares at premium and discount, and issuing shares at a premium. The utilization of premium amount is very important for CS executive program. As we studied what are the purpose for which the securities premium account can be utilized. പിന്നെ നമ്മൾ ഡിസ്കൗണ്ടിൽ പഠിച്ചപ്പോൾ പറഞ്ഞു പുതിയ കമ്പനീസ് ആക്ട് വന്നപ്പോൾ ഡിസ്കൗണ്ട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല എക്സെപ്റ്റ് ത്രൂ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. പിന്നെ നമ്മൾ റൈറ്റ് ഷെയർസ് പഠിച്ചു, ബോണസ് ഷെയർസ് പഠിച്ചു, അത് നമ്മൾ വ്യത്യാസം പഠിച്ചു. Then we studied very important aspects of public offer, sources of capital under section 23 for a public company under 23(1), 3 sources: public issue, private placement, rights and bonus issue. And under 23 subsection 2, for a private company public issue is not available, so there is only 2 sources: rights and bonus issue, and of course private placement. പിന്നെ നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. PPOL അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ പഠിച്ചു. സോ അതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കൊരു ലാസ്റ്റ് പാർട്ട് ക്യാപിറ്റലുണ്ട്. ഇതാണ് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ളത്. കുട്ടികളെ ഇതിന് ശേഷം നമുക്ക് ഇനി ഒരു 3 ചാപ്റ്റർ കവർ ചെയ്യാനുണ്ട്. ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ് അത്. മെമ്മറാണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അത് നമ്മുടെ അടുത്ത ക്ലാസ് നോക്കും. മെമ്മറാണ്ടം ആർട്ടിക്കിൾസിന് ആൾട്രേഷൻ നോക്കി, പക്ഷെ അതിൻ്റെ കുറച്ച് പ്രൊവിഷൻസ് ഇനിയുണ്ട് നോക്കാനായിട്ട്. പിന്നെ അതിനുശേഷം ടൈപ്സ് ഓഫ് കമ്പനീസ് ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ഇതാണ് നമുക്ക് ബാക്കിയുള്ള സിലബസ്. അതോടുകൂടി ഇപ്പോൾ ബാച്ച് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ബൈ ബാക്ക്, അതിൻ്റെ കൂട്ട് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ കൂടെ ഉണ്ട്. ആൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ നമ്മൾ എനിക്ക് തോന്നുന്നു മെമ്മറാണ്ടത്തിൻ്റെ ആൾട്ടറേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ക്യാപിറ്റൽ ക്ലോസ് ആൾട്ടർ ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു, സബ് ഡിവിഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേ സംഭവം തന്നെയാണ്. പക്ഷെ അതിൽ നമ്മൾ ക്യാൻസലേഷൻ മാത്രം പഠിച്ചിട്ട് അത് നമ്മളൊന്നും നോക്കും. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. ഗവൺമെൻറ് ആയിരിക്കും 100 രൂപയുടെ 10 രൂപയാക്കുന്നു, 10 രൂപയുടെ 100 രൂപയാക്കുന്നതൊക്കെ. സോ ഇന്ന് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. സെക്ഷൻ 61. ഷെയർ ക്യാപിറ്റൽ പല കാര്യങ്ങൾ കൊണ്ട്, പല ആവശ്യങ്ങൾ കൊണ്ട് നമുക്ക് ഓൾട്ടർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഷെയർ ക്യാപിറ്റൽ കൂട്ടേണ്ടി വരും, ചിലപ്പോൾ ഷെയർ ക്യാപിറ്റൽ കൺസോളിഡേറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഷെയർ ക്യാപിറ്റൽ നമുക്ക് സബ് ഡിവൈഡ് ചെയ്യേണ്ടി വരും, ചില സാഹചര്യത്തിൽ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അതിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ഓൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടത്തിൻ്റെ ക്യാപിറ്റൽ ക്ലോസ് ഓൾട്ടർ ചെയ്തപ്പോൾ പഠിച്ചതാണ്. പക്ഷേ ക്യാൻസലൈസേഷൻ മാത്രം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ബാക്കിയുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് പറഞ്ഞു വിടാം. ഇൻക്രീസ് ഓഫ് ഓതറൈസ് ക്യാപിറ്റൽ, പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ക്യാപിറ്റൽ ക്ലോസ് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഓതറൈസ് ക്യാപിറ്റൽ ഫോർ എക്സാമ്പിൾ കുറച്ചുകൂടി റൈറ്റ് ഷെയർസോ, കുറച്ചുകൂടി ബോണസ് ഷെയർസോ, അല്ലെങ്കിൽ കുറച്ചുകൂടി പബ്ലിക് ഇഷ്യൂയോ, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, ഏതെങ്കിലും രീതിയിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കുറച്ചുകൂടി കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓതറൈസ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം. ഓതറൈസ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ അതാണ് ഇൻക്രീസ് ഓഫ് ഓതറൈസ് ക്യാപിറ്റൽ. കൺസോളിഡേഷനും സബ് ഡിവിഷനും. സൗമ്യ, കൺസോളിഡേഷൻ്റെ എക്സാമ്പിൾ എന്താണ്? 10 രൂപയുടെ ഷെയർസ് 10 രൂപയുടെ ഷെയർസ് 10 ഉണ്ടെങ്കിൽ അതിന് ഒരുമിച്ച് 100 രൂപയ്ക്ക് വിൽക്കുന്നത്. ഒരു ഷെയർ 100 രൂപ എന്ന രീതിക്ക്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് എന്താവും? ഒരു ഷെയർ ആവും. നമ്പർ ഓഫ് 10 എന്നുള്ളത് 1 ആവും, കുറയും. ഓക്കെ. സബ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ സബ് ഡിവിഷൻ നേരെ തിരിച്ചല്ലേ? അതെ സർ. സബ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ കുറയ്ക്കുക എന്നുള്ളതാണ്. 100 രൂപയുടെ ഷെയറിന് 10 രൂപയാകും. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കൂടും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഷെയർസ് ആൾക്കാരിൽ കുറച്ചുകൂടി ആക്സസിബിൾ ആവാനും കുറേ ആൾക്കാർക്ക് ഷെയർ എടുക്കാനും ഓപ്ഷന് വേണ്ടിയാണ് അങ്ങനെ ഒരു കാര്യം വെച്ചിരിക്കുകയാണ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കിയതാണ്. പിന്നെ ഷെയർ സ്റ്റോക്കായിട്ട് മാറ്റുന്നത് സിമ്പിളാണ്. ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആകുമ്പോൾ ബൾക്ക് നമ്പറിലാവും, സ്റ്റോക്ക് ആവും. അതുകൊണ്ട് അതിനെ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യും. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആകുമ്പോഴാണ്.
അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അന്ന് പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റിൽ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ, പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ട്രേഡ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വിളിക്കാൻ കാര്യം ഷെയർ എക്സ്ചേഞ്ച് എന്ന് വിളിക്കാത്തത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ, വേറെ ഫർദർ ലയബിലിറ്റീസ് ഒന്നും അതിലില്ല. Now coming to cancellation of shares. Okay, സഞ്ജു ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ബാക്കിലോട്ടുള്ള 2 ക്ലാസ് ഉണ്ട്, അത് നമ്മൾ യൂട്യൂബിൽ വരും കേട്ടോ. ഇന്ന് നാളെ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ കൂടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ഇതൊരു വലിയൊരു സെഷനാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സെഷൻ തന്നെ എനിക്ക് 2 മണിക്കൂറിന് മുകളിലുണ്ട്. 2 മണിക്കൂർ ഇന്നത്തെ കൂടെ ആകുമ്പോൾ 3 മണിക്കൂർ, വലിയ വോളിയമുള്ളൊരു ക്ലാസ്സാണ്. നോ കമ്മിങ് ടു ബൈബാക്കിലോട്ട് പോവാം. അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ടോപ്പിക്ക്. അതിന് മുമ്പ് ഇതിൽ ചെറിയ കാര്യങ്ങൾ, ഈ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടികളെ. ഈ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ഇത് നമ്മൾ കുറച്ച് ഗൗരവപരമായിട്ട് നോക്കണം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് പല ആൾക്കാരും റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലുമായിട്ടും കൺഫ്യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൽ തെറ്റുണ്ട്. അപ്പോൾ എന്താണ് ഷെയർ ക്യാൻസൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഓതറൈസ് ക്യാപിറ്റൽ ഉദാഹരണത്തിന് പറഞ്ഞാൽ 50 കോടിയാണെന്ന് വയ്ക്കുക. ഓതറൈസ് ക്യാപിറ്റൽ എന്താണ്? എത്ര ക്യാപിറ്റൽ റേസ് ചെയ്യാമോ അതിൻ്റെ അപ്പർ ലിമിറ്റിനെയാണ് നമ്മൾ ഓതറൈസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അസ്യൂം ദാറ്റ് ഈസ് 50 crores. നമ്മുടെ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആ പടെ 10 കോടിയേ ഉള്ളൂ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിയേ ഉള്ളൂ. ഈ ഇടയ്ക്കൊന്നും തന്നെ കമ്പനി ഒരു പബ്ലിക് ഇഷ്യൂനോ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റോ അല്ലെങ്കിൽ റൈറ്റ്സ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ ഒന്നും തന്നെ എൻവിസേജ് ചെയ്യുന്നില്ല, വിഭാവന ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ഈ ഇടയ്ക്കൊന്നും തന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഇടയ്ക്കെന്ന് പറയുമ്പോൾ 1 വർഷം, 2 വർഷം, 5 വർഷം അങ്ങനത്തെ ഒരു കമ്പനി അല്ല അത്. ആൾപ്പാടെ 10 കോടി തന്നെ വളരെ കഷ്ടിച്ചാണ് കിട്ടിയത്. അത് വെച്ച് തന്നെ സന്തോഷമായിട്ട് ആ കമ്പനി ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പണ്ട് രജിസ്റ്റർ ചെയ്തപ്പോഴായിരിക്കാം ഓതറൈസ് ക്യാപിറ്റൽ 50 കോടി വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ, ഈ പറയുന്ന ഇങ്ങനത്തെ കമ്പനികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 ഉള്ളൂ, എന്നാൽ ഓതറൈസ്ഡ് 50 കോടിയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് പറഞ്ഞു എല്ലാ ഫീസ് കമ്പ്യൂട്ട് ചെയ്യുന്നതും ഓതറൈസ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ആനുവൽ അക്കൗണ്ട്സ് ഫയൽ ചെയ്യുമ്പോഴും മറ്റുള്ള ചാർജ് ഫോം ഫയൽ ചെയ്യുമ്പോഴും ഡയറക്ടേഴ്സിൻ്റെ ഫോം ഫയൽ ചെയ്യുമ്പോഴും DPT ഫയൽ ചെയ്യുമ്പോഴും എല്ലാ ഫോംസ് ഫയൽ ചെയ്യുമ്പോഴും ദ ഫീസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഓതറൈസ് ക്യാപിറ്റൽ. അത് ഇവിടെ 50 കോടിയാണ്. പക്ഷെ ഇവിടെ പെയ്ഡ് എത്രയേ ഉള്ളൂ? ആ പടെ 10 കോടിയേ ഉള്ളൂ. ഈ ഇടയ്ക്കൊന്നും തന്നെ ഇനി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കൂട്ടാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കമ്പനികൾ വന്നിട്ട് ഈ ഓതറൈസ് ക്യാപിറ്റലും പെയ്ഡ് അപ്പ് ക്യാപിറ്റലും ഇടയ്ക്കുള്ള ഈ ആവശ്യമില്ലാത്ത ക്യാപിറ്റൽ, അതായത് അങ്ങനെ ക്യാപിറ്റലേ ഇല്ല, വെറും ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, കമ്പനിയുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ 100 കോടിയാണെന്ന് എഴുതിയിട്ടുണ്ട്, എന്നാൽ 10 കോടിയെ ഇതിലേക്കായിട്ടും കളക്ട് ചെയ്തിട്ടുള്ളൂ. ഈ ഇടയ്ക്കൊന്നും കളക്ട് ചെയ്യാനും പോകുന്നില്ല, അതിനുള്ള സ്കോപ്പുള്ള കമ്പനിയുമല്ല. അപ്പോൾ കുട്ടികൾ ഇതിൻ്റെ ഇടയിലുള്ള ഈ വാക്യൂം വെറുതെ കിടക്കുന്നതിനെ നമ്മൾ കുറയ്ക്കുന്നതിനാണ് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെയർസിൻ്റെ പ്രത്യേകത എന്താണ്? ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുമില്ല, ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുമില്ല, ഇഷ്യൂ ചെയ്യാൻ പോകണമില്ല, ആരും എടുത്തിട്ടുമില്ല. അങ്ങനെ ആവശ്യമില്ലാത്ത ഈ ബുക്കിൽ കിടക്കുന്ന ഈ ക്യാപിറ്റലിനെ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് അഥവാ ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ. മറക്കരുത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തൊടുന്നില്ല. പെയ്ഡ് അപ്പ് അവിടെ 10 കിടപ്പുണ്ട്, ഓതറൈസ്ഡ് 50 കിടപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഈ 40 കോടിയെ നമ്മൾ കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഷെയർ ക്യാൻസൽ ചെയ്യാന്ന് പറയുന്നത്. ഇതുകൊണ്ട് ആർക്കും ഛേദമില്ല, കാരണം നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നുമില്ല, ഇഷ്യൂ ചെയ്യാന്ന് ആഗ്രഹിച്ചിട്ടുമില്ല, ആരും എടുക്കാന്ന് പറഞ്ഞിട്ടുമില്ല. അത് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതിന് ഓഡിറ്റ് റെസൊല്യൂഷൻ മതി, അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ കംപ്ലയൻസിൻ്റെ ആവശ്യമില്ല. മേ ബി ഒബ്വിയസ്ലി ആ മെമ്മറാണ്ടം ഓൾട്ടർ ചെയ്യേണ്ടി വരും, കാരണം ഓതറൈസ് ക്യാപിറ്റൽ കുറയല്ലേ. ഓതറൈസ് ക്യാപിറ്റൽ എവിടെ കുറയും? 50 കോടിയിൽ നിന്ന് താഴോട്ട് വന്ന് അത് 10 കോടിയായിട്ട് കുറയും. അതിനുശേഷം പെയ്ഡ് അപ്പ് ക്യാപിറ്റലും 10 കോടി, ഓതറൈസ് ക്യാപിറ്റലും 10 കോടി. കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. അപ്പം അങ്ങനെ വെച്ചുള്ള പ്രത്യേകം എന്താണ്? ഈ ഇടയ്ക്ക് ഒന്നും തന്നെ ഈ കമ്പനി പബ്ലിക്കേഷൻ വരാൻ പോകുന്നില്ല, പ്രൈവറ്റ് പ്ലേസ്മെന്റ് വരാൻ പോകുന്നില്ല, റൈറ്റ്സ് ഇഷ്യൂ ഇല്ല, ബോണസ് ഇഷ്യൂ ഇല്ല. അത് വെച്ച് ജീവിച്ചു പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇത് ബുക്ക് എൻട്രി ഇട്ടിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഓതറൈസ് ക്യാപിറ്റൽ കുറയ്ക്കാന്ന്. അപ്പോൾ ഇത് മറക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. ഐ ഹോപ്പ് യു ഗോട്ട് ദിസ് പോയിന്റ് അല്ലേ.
അപ്പോൾ ഇവിടെ പല കുട്ടികൾക്കും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ക്യാൻസൽ ചെയ്യുക, ഡിമിനിഷ് ചെയ്യുക എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ആ 10 കോടിയെ കുറിച്ചാണ്. ഏതാ? പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നമ്മളിവിടെ തൊടുന്നില്ല. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തൊട്ടാൽ അത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ആയിട്ട് വരും. അത് വളരെ സീരിയസ് സംഭവമാണ്. നമ്മൾ കുറച്ച് കഴിയുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ എവിടെയാണ് തൊട്ടത്? പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനും ഓതറൈസ് ക്യാപിറ്റലിനും ഇടയ്ക്കുള്ള ആവശ്യമില്ലാത്ത ഷെയർസിന് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു, ബുക്ക് എൻട്രി. അതിനെയാണ് നമ്മൾ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് അഥവാ ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ. അതിന് നിങ്ങൾ പറയുന്ന എല്ലാ പ്രക്രിയ MGT14 ഒക്കെ വരും. കാരണം വെച്ചാൽ മെമ്മറാണ്ടം തൊടുന്നുണ്ട്, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കും. മെമ്മറാണ്ടത്തിന് വേണ്ടി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടി വരും, ക്യാപിറ്റലിന് വേണ്ടി വരത്തില്ല. അപ്പോൾ MGT14 വരും, SS7 വരും. കാരണം ഷെയർ ക്യാപിറ്റൽ എപ്പോൾ തൊട്ടാലും SS7 ഫയൽ ചെയ്യണം 30 ഡേയ്സിൻ്റെ അകത്ത്. അലോട്ട്മെന്റ് ഇവിടെ വരുന്നില്ല, പാസ് 3 ഒന്നും വരുന്നില്ല. ബുക്ക് എൻട്രി ഇട്ട് നമ്മൾ കുറച്ചുകൂടി റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരും കമ്പനി. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഇങ്ങനെ കിടന്നാൽ എന്താ കുഴപ്പം? ഒന്ന് ഫീസ് ഡിപ്ലിക്കേഷൻ ആണ്. 2 കുട്ടികളെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഇനിയും പബ്ലിക് ഇഷ്യൂന് വരും, അല്ലെങ്കിൽ ഇനിയും റൈറ്റ്സ് ഇഷ്യൂ ഉണ്ടാവും എന്നൊരു അഭ്യൂഹം നമ്മൾ പറയത്തില്ലേ, ഒരു റൂമർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പൊതുവെ ഇത്തരം കമ്പനികൾ ആവശ്യമില്ലാത്ത ഈ ക്യാപിറ്റലിനെ കുറയ്ക്കുന്നത്. ആൻഡ് മൈൻഡ് യു, ഇത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ അല്ല, നമ്മൾ ക്യാപിറ്റൽ ഒന്നും ചെയ്യുന്നില്ല, അതങ്ങനെ കിടക്കുക. ഇനിയാണ് നമ്മൾ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലിലോട്ട് പോകാൻ പോകുന്നത്. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ ക്യാൻസലേഷനും റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ വ്യത്യാസം മനസ്സിലായല്ലോ. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് is reducing the authorized capital which has not issued or not agreed to be issued or agreed to be taken by any person. But if you reduce the paid up capital, in our example 10 crore, then that is a serious thing. Then you have to, when you reduce the paid up capital, it is a very, very serious thing. So you have to take the shareholders' approval with special resolution. And of course, you cannot reduce paid up capital unless it is been approved by the National Company Law Tribunal, which is the serious most, capital alteration in any company. പക്ഷേ ഓതറൈസ് ക്യാപിറ്റലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇടയ്ക്കുള്ള വാക്യൂം കുറയ്ക്കുന്നത് അത്ര സീരിയസ് സംഭവമല്ല. യു ഡസ് നോട്ട് റിക്വയർ അപ്രൂവൽ ഓഫ് എനി എക്സ്റ്റേണൽ ഏജൻസി. യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്, ടേക്ക് ഇറ്റ് അപ്രൂവൽ. യു ഹാവ് ടു ഓൾട്ടർ ദ മെമ്മറണ്ടം ഓഫ് അസോസിയേഷൻ ഒബ്വിയസ്ലി. ആൻഡ് ദ മെമ്മറാണ്ടം ഓൾട്ടറേഷൻ ഉള്ളതുകൊണ്ട് MGT14 മറ്റുള്ള പ്രൊസീജിയേഴ്സും ക്യാപിറ്റൽ എപ്പോൾ തൊട്ടാൽ SS7 30 ഡേയ്സിനകത്ത് ഫയൽ ചെയ്യണം. ക്ലിയർ? സ്വാമി ക്ലിയർ ആയോ? യെസ്. ആദ്യത്തെ ക്ലിയർ ആണോ? ക്യാൻസലേഷൻ മനസ്സിലായല്ലോ? യെസ്. സോ ദിസ് ഈസ് എ ട്രിക്കി ക്വസ്റ്റ്യൻ ബിക്കോസ് വെനെവർ എക്സാമിൽ ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ തലയിൽ കയറി വരും. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ തൊട്ടാൽ അത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. When you touch paid up capital, then it is a reduction of capital. Okay, so what we will do now, we will study paid up capital first and we will. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞതാണ്, SS7 കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. ബൈബാക്കിലോട്ട് നമുക്ക് എത്താം. ബൈബാക്ക് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ തിരിച്ചിട്ട് വരാം. സെക്ഷൻ 61 ആണ് ആൾട്ടറേഷൻ. ഇത് ലൈബ്രറി പോകണം, എല്ലാം എഴുതുന്നുണ്ട്. കുറച്ച് സെക്ഷനുകൾ പാർട്ട് എയിൽ ലൈബ്രറി പോകണം. ഇത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ തീർത്തിട്ട് നമുക്ക് ബൈബാക്കിലോട്ട് വരാം. അപ്പോൾ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇസ് എ സീരിയസ് തിങ്. ഞാൻ പറഞ്ഞു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കുറയ്ക്കാൻ പോകാം. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ട്രൈബ്യൂണലിൻ്റെ അപ്രൂവൽ ഇല്ലാതെ, കൺഫർമേഷൻ ഇല്ലാതെ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. കമ്പനിയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല. കമ്പനി ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കും, ഷെയർ ഹോൾഡേഴ്സ് അപ്രൂവൽ പാസ്സാക്കും, ഷെയർ ഹോൾഡേഴ്സിന് റെസൊല്യൂഷൻ പാസ്സാക്കും, MGT14 ആ കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ ദീസ് എവറിത്തിങ് ഈസ് സബ്ജക്ട് ടു ദ കൺഫർമേഷൻ ബൈ ദ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. നിങ്ങൾക്കറിയാം, ട്രിബ്യൂണലിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റീഷൻ ഫയൽ ചെയ്യണം. അത് വലിയൊരു കേസ് പോലെയാണ്. സോ ദാറ്റ് ദർ വിൽ ബി സം ഹിയറിംഗ്സ്, ദർ ആർ ലോട്ട് ഓഫ് അപ്പിയറൻസ് ഒക്കെ ചെയ്ത് ഒരു അഡ്വക്കേറ്റിനെ, ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി വെച്ച് അത് വാദിച്ച് ജയിച്ച് പ്രൂവ് ചെയ്ത് അതിൻ്റെ കാരണങ്ങളെല്ലാം ജസ്റ്റിഫിക്കേഷനോട് കൂടി മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്ക് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ചെയ്യാൻ പറ്റും. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ, സെക്ഷൻ 66. So reduction of capital എന്ന വാക്കിന്റെ അർത്ഥം തന്നെ you are reducing the paid up capital, and here nothing deals with the authorized capital. Authorized capital is only book entry, but paid up capital is not book entry. Paid up capital is money. It's a capital of the company. So while you reduce the paid up capital, my dear students, it is a serious thing. ലൈക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊരു കമ്പനി തുടങ്ങി, 10 കോടി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കുറയ്ക്കാന്ന് വെച്ചാൽ അർത്ഥം എന്തുവാണ്? നിങ്ങൾ ബിസിനസ് ഓപ്പറേഷൻസ് നിർത്താൻ പോകുന്നു, കർട്ടൈൽ ചെയ്യുന്നു, ഡൗൺ സൈസ് ചെയ്യാൻ പോകുന്നു. സോ ഇറ്റ് ഈസ് എൻ എൻഡേഞ്ചർ സിറ്റുവേഷൻ. ആൻഡ് ഓൾസോ ഐ വുഡ് സേ ദാറ്റ് ഇറ്റ് മേ ലീഡ് ടു ദ വൈൻഡിംഗ് അപ്പ് ഓഫ് ദ കമ്പനി, or you will end your business. So that is not a good signal.
ബട്ട് യെസ്, ദർ ആർ സം ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് റീസൺസ്. അത് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ഒരു ഭാഗമാണ്. ക്യാപിറ്റൽ കുറയ്ക്കുക, ചിലപ്പോൾ ഡെറ്റ് നല്ല ഇൻട്രസ്റ്റ് റേറ്റിൽ ഡെറ്റ് കിട്ടിക്കണം, അതുകൊണ്ട് ക്യാപിറ്റൽ കുറയ്ക്കാം. അങ്ങനെ പല രീതിയിലും റീസ്ട്രക്ചർ ചെയ്യാം. പക്ഷെ അത് നല്ലൊരു ശുഭമായിട്ടുള്ളൊരു ഒരു ഒരു നടപടിയല്ല. അതുകൊണ്ടാണ് ട്രിബ്യൂണലിൻ്റെ അപ്രൂവൽ വേണം. ട്രിബ്യൂണൽ അറിയാലോ, കമ്പനിയുടെ ഡെഡിക്കേറ്റഡ് കോർട്ടാണ്. സോ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ട്രിബ്യൂണൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് നോക്കി കമ്പനിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് എന്ത് പറയാനുള്ളത്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് എന്ത് പറയാനുണ്ട്, ബാങ്കേഴ്സിന് എന്ത് പറയാനുണ്ട്, എല്ലാവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ ഇതിനെക്കുറിച്ചൊരു വ്യൂ എടുക്കാറുള്ളൂ എന്നുള്ളതാണ് മറക്കരുത്. സോ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് റിട്ടേണിംഗ് ദ ക്യാപിറ്റൽ ബാക്ക് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. അത് പല കാര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് പല രീതിയിലും വരാം. So what we will do is, first we will study what are the procedures you have to follow. Then we will see what are the methods you have to follow. As I told you, require special resolution because serious thing. So serious thing always require approval of shareholders. It will be preceded by a board resolution or a board approval. Special resolution MGT 14 you have to file. And tribunal approval എടുക്കുന്ന ഞാൻ പറയും. So everything is subject to the approval of the tribunal. So you have to file a petition before the tribunal. Now the question is how you are going to reduce the capital. So procedure ഇത്രയേ ഉള്ളൂ. I repeat, the procedure is you have to pass a board resolution, board approval. That is subject to shareholder approval. Then you come to EGM. A shareholder has to approve with a special resolution, and that approval is subject to NCLT confirmation. Then you have to file a petition with the NCLT 1 form along with the NCLT 6 form, and it may or may not be confirmed by the honorable tribunal, and it will go accordingly. Tribunal order കിട്ടിയിട്ട്, any order from any tribunal or court, you have to file INC 28 with ROC within 30 days, so that it will take effect, in your books. Now coming to what are the methods of reduction of capital. So it's a very interesting to note. There are various methods by which companies resort to reduction of capital. Reduction of capital പോകുന്നത് പല രീതിയിലാണ്. എങ്ങനെയാണ് റിഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ചുമ്മാ എടുത്ത് വൈകിട്ട് പൈസ എടുത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സോ ദർ ഷുഡ് ബി സം മെത്തേഡ്സ്. ആദ്യത്തെ മെത്തേഡ് എല്ലാവരും കെയർഫുള്ളായിട്ട് കേൾക്കണം. 100 രൂപയുടെ, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞ എക്സാമ്പിൾ എടുക്കാം. 100 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയറാണ്. നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ മണി മേടിച്ചു, അലോട്ട്മെൻറ്റ് മണി മേടിച്ചു, ഒരുപക്ഷെ ഫസ്റ്റ് കോൾ മേടിച്ചു. അപ്പോൾ 65 രൂപ പെയ്ഡപ്പായി ഒരു ഷെയറിൽ. കുട്ടികളെ 100 രൂപ ഷെയറിൽ 65 രൂപ പെയ്ഡപ്പായി. ഇനി ബാക്കി 35 രൂപ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ വിളിക്കാനുണ്ട്. നമ്മളിപ്പോൾ റിഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് നമ്മൾ പറയുന്നു ഇനി ആ 35 രൂപ വേണ്ട. അപ്പം എന്തായി? ഈ 100 രൂപയുടെ ഷെയർ 65 രൂപയ്ക്ക് ലിമിറ്റഡായി. ദിസ് ഈസ് വൺ ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് വൺ ടൈപ്പ് ഓഫ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. സോ അസ്യൂം ദാറ്റ് നമ്മളൊരു ഫീസിൻ്റെ എക്സാമ്പിൾ എടുക്കാം. സേ 5,000 റുപ്പീസാണ് നമ്മളെ ക്ലാസ്സിൻ്റെ ഫീസ് എന്ന് വയ്ക്കുക എക്സാമ്പിൾ. നിങ്ങൾ 3,000 റുപ്പീസ് പേ ചെയ്ത് വയ്ക്കുക. ഞാൻ നോട്ടിഫിക്കേഷൻ പറയുന്നു 3,000 റുപ്പീസ് കിട്ടി, ഇനി 2,000 റുപ്പീസ് തരണ്ട. എൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്? എൻ്റെ ടോട്ടൽ ഫീസ് എത്രയൊക്കെ ഞാൻ ലിമിറ്റ് ചെയ്തു സൗമ്യ? 5,000 പകരം 3,000 ആക്കി ഞാൻ ലിമിറ്റ് ചെയ്തു. സോ ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് ഐ എം റിഡ്യൂസിങ് ദ ക്യാപിറ്റൽ. മനസ്സിലായി? ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ കോൺടാക്സിൽ വന്ന 100 രൂപയുടെ ഒരു ഷെയറിൻ്റെ എക്സാമ്പിൾ എടുത്താൽ 100 രൂപയുടെ ഷെയറാണ്. ഓരോ സ്റ്റേജിലും പൈസ എടുത്തുകൊണ്ടിരിക്കുന്നു. ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ. യു പെയ്ഡ് 35, 65. സോ ഇനി 35 കൂടെ കിട്ടാനുണ്ടെന്ന് മറക്കരുത്. സോ ഐ ആം ടേക്കിംഗ് എ ഡിസിഷൻ ഇൻ മൈ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ത്രൂ ദ പ്രൊസീജിയേഴ്സ് which I discussed earlier. And I am saying that balance 35 rupees വേണ്ട. So the paid capital is now reduced to 65. So ഇനിയുള്ളത് വേണ്ട എന്ന് പറയുന്നത് is a classical example of reduction of capital. One type. Okay. Second type, രണ്ടാമത്തെ ടൈപ്പ് 100 രൂപയുടെ ഷെയറാണ്. ആപ്ലിക്കേഷൻ മണി മേടിച്ചു, അലോട്ട്മെന്റ് മേടിച്ചു, ഫസ്റ്റ് കോൾ മേടിച്ചു, സെക്കൻഡ് കോൾ മേടിച്ചു, ക്ലോസ് ചെയ്തു, ഫൈനൽ കോൾ മേടിച്ചു, ക്ലോസ് ചെയ്തു. 100 രൂപയും നിങ്ങൾ തന്നു. എന്നിട്ട് കമ്പനി എന്ത് ചെയ്യും? 35 രൂപ തിരിച്ചു കൊടുക്കും. മറ്റത് ആദ്യത്തേതിൽ വിളിച്ചില്ല,
35 വേണ്ട എന്ന് പറഞ്ഞു പെർ ഷെയർ. ഇവിടെ അങ്ങനെയല്ല, 100 രൂപയും കളക്ട് ചെയ്തിട്ട് 35 രൂപ തിരിച്ചു കൊടുക്കും. Now again paid up capital is reduced to 65. മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കും. ലൈക്ക് ഫീസിന്റെ എക്സാമ്പിൾ പറഞ്ഞ 5000 രൂപയും മേടിച്ചിട്ട് ഞാൻ എല്ലാവർക്കും 2000 രൂപ തിരിച്ചു തരും. Is again I reduce my paid up capital to 3000. So this is another way through which capital is reduced. And mind you, we are all talking about a per share value. So that means if you take into another bulk amount, it will multiply into number of shares, the total capital will reduce accordingly. I think this is the very simplest method. ആദ്യത്തിൽ ക്യാഷ് പോവില്ല കയ്യിൽ നിന്ന്, അല്ലേ? ഇനി വേണ്ടാന്ന് പറയുന്നതല്ലേ, എക്സ്റ്റിംഗ്വിഷിംഗ് ദ ലയബിലിറ്റിയാണ്. ഇവിടെ അങ്ങനെയല്ല, കാശ് പോവും, കിട്ടിയിട്ട് തിരിച്ചു കൊടുക്കും. So these are the two very famous way how which you return the capital. Next one is അത് ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഫേസ് വാല്യൂവിന് 100 75 ആക്കുക. അത് എന്താണ്, അതും അതുകൊണ്ട് മോളിൽ പറഞ്ഞ അതേ സംഭവം, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മെമ്മറാണ്ടത്തിൽ ആൾട്ടർ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ നോക്കി 2 മെത്തേഡ് നിങ്ങൾ പഠിച്ചാൽ മതി. സോ അത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. മറ്റൊന്ന് ഫേസ് വാല്യൂ 100 75 ആക്കുന്നതും 25 കുറയ്ക്കുന്നതിന് തുല്യമാണ്. അൾട്ടിമേറ്റ്ലി സെയിം, ബട്ട് ഇറ്റ് ഈസ് ബേസിക്കലി ഡൺ ത്രൂ എ ബുക്ക് എൻട്രി. ബേസിക്കലി മറ്റേതിൽ അങ്ങനെയല്ല, നമ്മളെല്ലാം കളക്ട് ചെയ്യുന്ന ശേഷമുള്ള പ്രോസസ്സാണ്. നേരത്തെ തന്നെ അത് കുറയ്ക്കുന്നത്, നമ്മൾ കമ്പനിയുടെ ഫേസ് വാല്യൂ 100 രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ 75 ആക്കുന്നതും 25 വേണ്ടാന്ന് പറയുന്നതും തമ്മിൽ എല്ലാം ഒന്ന് തന്നെയാണ്. സോ ഇറ്റ് ഈസ് സെയിം. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലാതെ നമ്മളെ മനസ്സിലിരിക്കുന്ന പോലെ ഒരു വലിയൊരു എമൗണ്ട് എടുത്ത് കൊടുക്കുക എന്നതിന് അങ്ങനെയല്ല. പെർ ഷെയറിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ഇനി കിട്ടാനുള്ള ക്യാപിറ്റൽ വേണ്ടാന്ന് വയ്ക്കുന്നു. രണ്ടാമത് കിട്ടിയ ക്യാപിറ്റൽ ബാഹ്യമായിട്ട് തിരിച്ചു കൊടുക്കും. ആൻഡ് ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. കമ്പനിക്ക് ക്യാപിറ്റൽ വേണ്ട എന്ന് വയ്ക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പിന്നെ ആദ്യമേ ഇഷ്യൂ ആയിരുന്നു അപ്പോൾ, അല്ലേ? ശരിയല്ലേ? ആദ്യം നിങ്ങൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണല്ലോ ഈ പ്രശ്നം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെൻ വൈ യു ആർ ഡൂയിങ് എന്നുള്ള, അല്ലേ? അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അതിന് ക്യാപിറ്റൽ ആവശ്യമില്ലാത്തതിന് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്, ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്, കമ്പനിക്ക് ഇഷ്ടംപോലെ പ്രോഫിറ്റ് വരുന്നു, റിസർവ്സ് കൂടി കിടക്കുന്നു. എന്തായാലും അത് ശുഭകരമായ ഒരു സൂചന അല്ലാത്തതുകൊണ്ടാണ് ഒരു ട്രിബ്യൂണലിൻ്റെ അപ്രൂവൽ വെച്ചിരിക്കുന്നത്. ട്രിബ്യൂണൽ അതിനെ പരിശോധിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യും. ട്രിബ്യൂണൽ ഇത്തരം ആപ്ലിക്കേഷൻസ്, പെറ്റീഷൻസ് പരിഗണിക്കുമ്പോൾ ട്രിബ്യൂണൽ സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനും അതുപോലെ തന്നെ ROCക്കും സെബിക്കും എല്ലാം നോട്ടീസ് അയക്കും. കാരണം ഈ കമ്പനിയെ മൊത്തത്തിൽ ഒന്ന് പഠിക്കും. കാരണം കമ്പനി ക്രെഡിറ്റേഴ്സിനെയൊക്കെ പറ്റിച്ചുകൊണ്ട് മുങ്ങാനുള്ള സാധ്യത ഉണ്ടോ, കമ്പനി വൈൻഡിങ് അപ്പിന് പോവോ, അല്ലേ, കമ്പനി ബാങ്ക്രപ്റ്റ് ആയി പോവോ, ഇൻസോൾവെൻ്റ് ആയി പോവോ, അങ്ങനെയൊക്കെ ആശയങ്ങളുണ്ടല്ലോ IBCയിലൊക്കെ. അപ്പോൾ അത്ര രീതിയിൽ പോകുന്ന സൂചനകളാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ട്രിബ്യൂണൽ ചാടിക്കേറി അപ്രൂവൽ കൊടുക്കത്തില്ല. മറിച്ച് എല്ലാ പാർട്ടീസിനെയും ഹിയർ ചെയ്യും. ROCക്ക് നോട്ടീസ് അയക്കും. ഇപ്പോൾ ROC സ്വാഭാവികമായിട്ടും പഴയ ബാലൻസ് ഷീറ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് സ്ക്രൂട്ടിനി നോക്കും. പിന്നെ ഗവൺമെൻറ്റിനെ പാർട്ടിയാക്കും, ഗവൺമെൻറ് നോട്ടീസ് അയക്കും. ക്രെഡിറ്റേഴ്സ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. കടക്കാർക്ക് എന്താണ് പറയാനുള്ളത്, അല്ലേ? ഇപ്പോൾ കടക്കാർക്ക് തോനെ എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ അവർ പേടിച്ചു പോകത്തില്ല. അയ്യോ, കമ്പനി ക്യാപിറ്റലൊക്കെ തിരിച്ചു കൊടുത്തു തുടങ്ങി, ഇപ്പോൾ നമ്മളെ കാര്യം എന്താവും, അല്ലേ? അതുകൊണ്ട് ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കും, അവരുടെ ഒപ്പീനിയൻ ചോദിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു പ്രോസസ്സ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയൊരു കാര്യമല്ല. വളരെ റയറസ്റ്റ് കമ്പനികൾ മാത്രമേ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ പോകാറുള്ളൂ. ബിക്കോസ് ക്യാപിറ്റൽ വേണ്ടാത്ത ആരും ഇല്ലല്ലോ, അല്ലേ? ഇപ്പം ഞാൻ തന്നെ ഫീസ് 5000 രൂപ ഫീസ് വെച്ചിട്ട് നിങ്ങളതിന് കളക്ട് ചെയ്തിട്ട് 2000 രൂപ വെച്ച് തിരിച്ചു കൊടുക്കാമെന്ന് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ന്യൂസ് ആവത്തില്ല. അയ്യോ സർ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കുമോ, എന്ത് പറ്റി, ക്ലാസ് നിർത്താൻ പോകണോ, അല്ലേ? ഒബ്വിയസ്ലി യു വിൽ ഹാവ് എൻ അപ്രിഹെൻഷൻ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും, സ്വാഭാവികമായിട്ട് നിങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടംപോലെ സാറിന് ഭയങ്കര പൈസ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കും, വേറെ എന്തൊക്കെ ഇഷ്ടംപോലെ പൈസ കിട്ടുന്നത്. അത് തന്നെയാണ് കമ്പനിന് വിചാരിക്കുന്നത്. കമ്പനിയും അതിന് വിചാരിക്കും. അപ്പോൾ കമ്പനിക്ക് വേറെ എന്തോ സോഴ്സ് ഉണ്ട്, ഡെറ്റ് ക്യാപിറ്റലോ അല്ലെങ്കിൽ സംതിങ് ഇറ്റ്സ് ഹാപ്പനിങ്. സോ ദാറ്റ് ഈസ് വൈ ദ കമ്പനി ഈസ് റീപേയിങ് ദ ക്യാപിറ്റൽ വിച്ച് ഈസ് ഓൾറെഡി ബീൻ കളക്റ്റഡ്. So the same sanity will apply to the company aspect also. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിന് ബാക്കി ഇനി നമ്മൾ വായിച്ച സമയങ്ങളായിട്ട, അപ്പോൾ അതങ്ങനെ അങ്ങ് ഫേഡായി പോകും. ഓക്കെ, അപ്പോൾ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇത്രയേ ഉള്ളൂ. റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഡിമിനിഷനും റിഡക്ഷനും തമ്മിൽ മാറിപ്പോകുമെന്ന് പറഞ്ഞു. ഡിമിനിഷൻ എന്ന് വെച്ചാൽ ക്യാൻസലേഷനാണ്, ഇടയ്ക്കുള്ള വാക്യൂം കുറയ്ക്കുന്നതാണ് ഡിമിനിഷൻ. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ദയവേത് കുട്ടികൾ ഡിമിനിഷൻ അല്ലെങ്കിൽ ക്യാൻസലേഷൻ വേഴ്സസ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ നിലയിൽ നോക്കി വെച്ചേക്കണം. അത് സീരിയസ് സംഭവമല്ല, ഇത് വളരെ സീരിയസ് സംഭവമാണ്. ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റലിന് ഇന്റേണൽ അപ്രൂവലൊക്കെ മതി. ട്രിബ്യൂണൽ അപ്രൂവൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം ഇല്ല.
അപ്പോൾ കുട്ടികൾ നമുക്കിനി ബൈബാക്കിലോട്ട് വരാം, വിച്ച് വെയർ വി വിൽ സ്പെൻഡ് സം മോർ ടൈം, സോ ദാറ്റ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. So I hope you don't have any doubt. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റോപ്പ് മീ ആൻഡ് ആസ്ക്. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ചില ഒരു കണക്ഷൻ ഇതുവരെയായിട്ട് വിട്ടു. ഇനിയിപ്പോൾ ബൈബാക്ക് പ്രശ്നമില്ല. ബൈബാക്ക് എന്ന് പറയുന്നത് വേറൊരു ഏരിയ ആണ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ എല്ലാവരും ഇനി കുറച്ചൊരു 20-30 മിനിറ്റ്സ് വളരെ കെയർഫുള്ളായിട്ട് കേൾക്കുക. ബൈബാക്ക് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അതാണ് ഇന്നലെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത്. ക്ലാസ് മിസ് ചെയ്തത് മേ ബി യു കൻ ഓൾവേസ് അറ്റൻഡ് റെക്കോർഡ് ക്ലാസ്, ബട്ട് ലൈവ് ഇസ് ലൈവ്. ഓക്കെ കുട്ടികളെ, ഈ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നതും റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലിൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത് പഠിപ്പിക്കാൻ കാര്യം. ബൈബാക്ക് ചെയ്താലും ഷെയർ റിഡ്യൂസ് ആവും. അപ്പോൾ ഞാൻ കുറച്ച് ടെക്നിക്കലായിട്ടൊക്കെ പറയും, വളരെ കെയർഫുള്ളായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. കുട്ടികളെ, ബൈബാക്ക് എന്ന് വെച്ചാൽ എന്താണ്? കമ്പനി ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസിനെ തിരിച്ചെടുക്കുന്നതിനാണ് നമ്മളെന്ന് പറയുന്നത് ബൈബാക്ക്. ഇതും കേൾക്കുമ്പോഴേ അറിയാം, ഇപ്സോ ഫാക്ടോ ഇറ്റ് ഇൻവോൾവ്സ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ട്രിബ്യൂണൽ റൂട്ടിൽ പോവാത്ത ചില കമ്പനികൾക്ക് വേണ്ടിയാണ് ബൈബാക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഇത് തമ്മിലൊരു കണക്ഷൻ കിട്ടത്തില്ല. ചിലർ ബൈബാക്ക് പ്രത്യേകം പഠിക്കും. അപ്പോൾ ഞാൻ പൊതുവെ പഠിപ്പിക്കുമ്പോൾ ഓൺ എ ഹോണസ്റ്റ് നോട്ട്, ഞാൻ ബൈബാക്ക് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ പഠിപ്പിക്കും. ഇപ്പോൾ കണ്ടല്ലോ, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ പറഞ്ഞിട്ടേ ഞാൻ ബൈബാക്ക് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ എന്ത് പറയുന്നില്ല, കുട്ടികൾ വിചാരിക്കുന്ന ബൈബാക്ക് എന്തോ വേറെ സംഭവമാണ് വിചാരിക്കുന്നത്. നോ, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ബൈബാക്ക് ചെയ്താൽ അൾട്ടിമേറ്റ്ലി റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ സംഭവിക്കും. പക്ഷേ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ പ്രത്യേകത എന്ന് വെച്ചാൽ, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ റൂട്ടിൽ പോയാൽ 66 പോയാൽ you have to go to the tribunal, and it is a cumbersome procedure, you know, it's a huge process while you have to file petition, public notice and all the things, creditors meeting എന്നൊക്കെ പറഞ്ഞു പോകും. എന്നാൽ ആ റൂട്ടിൽ പോവാതെ തന്നെ നിങ്ങൾക്ക് ഷെയർ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾ, ആ പ്രോസസ്സാണ് നമ്മൾ ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇഷ്യൂ ചെയ്ത ഷെയർസിനെ കുറച്ച് തിരിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബൈബാക്ക്. ബൈബാക്ക് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് പ്രോസസ്സാണ്. ഞാൻ കൂടെയുള്ള ബാച്ചിലും പറഞ്ഞു, ഇപ്പോഴും പറയാണ്, ഈ റീസെൻ്റ് ആയിട്ട് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബൈബാക്ക് എന്ന് പറയുന്നത് ഇൻഫോസിസ് ലിമിറ്റഡ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ് ലിസ്റ്റഡ് കമ്പനി. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ, കുറച്ചുകൂടി അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഗൂഗിളിൽ ഇൻഫോസിസ് ബൈബാക്ക് നടിച്ചാൽ മതി. 18,000 കോടി രൂപ, 18,000 കോടി രൂപയാണ് അവർ ബൈബാക്ക് ചെയ്തത്. 18,000 crores. നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ബൈബാക്ക് നടക്കുന്ന സമയമാണ് കമ്പനി. എനിക്കൊന്നും ഇതുപോലൊരു എക്സാമ്പിൾ, ലൈവ് എക്സാമ്പിൾ കിട്ടത്തില്ല. ചുമ്മാ ഗൂഗിൾ ചെയ്താൽ മതി. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ബൈബാക്കിൻ്റെ ഓഫർ ഓപ്പൺ ആയത്. ഇപ്പോഴും ഓപ്പൺ ആണ്. അടുത്ത ആഴ്ച അത് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. ഒരു ഷെയറിൽ 1,800 രൂപ വെച്ചാണ് ബൈബാക്ക് ചെയ്യുന്നത് ഇൻഫോസിസ്. ഇപ്പോൾ ഇൻഫോസിസിൻ്റെ ഷെയർ, ഇപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇൻഫോസിസ് 1,500 ആയിരുന്നു. നോക്കാം. ഇൻഫോസിസ് ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രൈസ് 1,500 കഴിഞ്ഞു. 1,558 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1,558 1,558 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയറിന് 1,800 രൂപയ്ക്കാണ് ബൈബാക്ക് ചെയ്യുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഷെയർ കൊടുക്കത്തില്ലല്ലോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ കുട്ടികളെ, നിങ്ങൾ ആലോചിച്ചോളൂ. ഇപ്പോൾ ഇൻഫോസിസിന് ലൈവ് എക്സാം 1,558 വിടാം. 1,500 ട്രേഡ് ചെയ്യുന്ന ഇൻഫോസിസിന്റെ ഷെയറിന് 1,300 നിങ്ങൾക്ക് ബൈബാക്ക് വന്നാൽ നിങ്ങൾ കൊടുക്കുമോ? സൗമ്യ, നിങ്ങൾ കൊടുക്കുമോ ഷെയർ? കൊടുക്കത്തില്ല. അതിന് വരെ മാർക്കറ്റ് വിറ്റാ പോരെ അല്ലേ? മാർക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ 1,500 രൂപ കിട്ടുമല്ലോ. എന്തിനാണ് 1,300 രൂപയ്ക്ക് നഷ്ടത്തിൽ വിൽക്കുന്നത്? അതുകൊണ്ട് എപ്പോഴും ബൈബാക്ക് ചെയ്യുന്ന കമ്പനീസ് എന്ത് ചെയ്യും? മാർക്കറ്റ് റേറ്റിനായിട്ടും കൂടുതൽ ഓഫർ ചെയ്യും. എന്നാലേ നിങ്ങൾ എന്ത് ചെയ്തു മേടിക്കും. ഇപ്പോൾ കണ്ടോ, ചെറിയ കാര്യമില്ല. ഒരു പക്ഷേ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം, 1,558 എന്നുള്ള ഇന്ന് മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത റേറ്റാണ്. ഇത് ആക്ച്വലി ബൈബാക്ക് അനൗൺസ് ചെയ്ത ദിവസം നോക്കണം. അനൗൺസ് ചെയ്ത് എനിക്ക് തോന്നുന്നു 15-20 ദിവസം മുമ്പ് അനൗൺസ് ചെയ്തത്. ഓഫർ തുടങ്ങിയപ്പോഴാണ്. അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇൻഫോസിന്റെ ഷെയർ 1,480-50 ഉള്ളൂ. അപ്പോൾ അന്ന് 1,800 രൂപയ്ക്കാണ് അത് ഓഫർ ചെയ്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബാക്കിൽ നിങ്ങൾ ഈ ഷെയർ കൊടുത്താൽ ഇപ്പോൾ ട്രേഡിംഗ്, മാർക്കറ്റിൽ ട്രേഡിംഗ് ഇത് കൂടാൻ കാര്യം ബൈബാക്ക് അനൗൺസ് ചെയ്തുകൊണ്ടാണ് കുട്ടികൾ ഇത്രയെങ്കിലും കൂടിയത്. നേരത്തെ 1,400 ചില്ലാനായിരുന്നു. അപ്പോൾ എറൗണ്ട് 400 രൂപ പ്രീമിയത്തിലാണ് അവർ മേടിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഇതിനെ ഞങ്ങൾ തിരിച്ചു ചിന്തിക്കട്ടെ, ഇൻഫോസിന് 1,800 വരെ ഇനി എടുക്കും, ചിലപ്പോൾ 6-7 മാസം എടുക്കും അല്ലേ? അതിന് കാട്ടി ഇപ്പോൾ നിങ്ങൾക്ക് വിൽക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തിനാണ് ബൈബാക്ക്? അതായിരിക്കും നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ ഉള്ള ചോദ്യം. അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ലോയിലോട്ട് വരാം. വൈ ഷുഡ് കമ്പനീസ് ഗോ ഫോർ എ ബൈബാക്ക്? റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലും പോകില്ല. റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലും പോകുന്നില്ല. അതിന് വരെ ബൈബാക്ക് റൂട്ട് വരാൻ കാര്യം എന്താണ്? അത് ഞാൻ അക്കമായിട്ട് പറയാം. എല്ലാവരും ഞാൻ പറയുന്ന ദിവസം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കുട്ടികളെ, ബൈബാക്ക് ചെയ്യാനായിട്ട്
3 റീസൺ ഉണ്ട്. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് CFO ആംഗിളിൽ നോക്കുമ്പോൾ ഇതൊരു ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്ങിന്റെ ഒരു ഭാഗമാണ്. ക്യാപിറ്റൽ റീസ്ട്രക്ചർ ചെയ്യുക, അതായത് ഇപ്പോൾ ഇരിക്കുന്ന ഘടന, ക്യാപിറ്റൽ ഘടനയെ മാറ്റുക എന്നുള്ളതാണ്. അതിനാണ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് ടൂൾ. അതിന് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ക്യാഷ് കയ്യിലുള്ള, ബൈബാക്ക് ആണെങ്കിൽ പൈസ വേണ്ട, പൈസ തിരിച്ചു കൊടുക്കണ്ടേ, മേടിച്ച ഷെയറിന് പൈസ കൊടുക്കണമല്ലോ അല്ലേ. ഇപ്പോൾ ഇൻഫോസിസ് 1800 വെച്ച് ഒരാളിൽ നിന്ന് മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കോടിക്കണക്കിന് ഷെയർ വെച്ചിരിക്കും. അപ്പോൾ അവർക്ക് കോടിക്കണക്കിന് പൈസ തിരിച്ചു കൊടുക്കേണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് റിച്ച് ആയിട്ടുള്ള കമ്പനീസാണ് ബൈബാക്കിന് പോകുന്നത്. ഞാൻ വീണ്ടും പറയാം, ഇല്ലെങ്കിൽ എഴുതി വെച്ചോളാം. പോയിന്റ് നമ്പർ 1 എവിടെ തൊണ്ട് ഡിസ്കഷനിലുണ്ട്. പോയിന്റ് നമ്പർ 1 ഈസ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്. കമ്പനിയുടെ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ്ങിന്റെ പാർട്ടാണ് പോയിന്റ് നമ്പർ 1. പക്ഷേ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ റീസ്ട്രക്ചറിങ് റൂട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ കമ്പനിക്ക് ക്യാഷ് ഇഷ്ടം പോലെ വേണം. സോ അൺലെസ് യു ഹാവ് ക്യാഷ് യു കനോട്ട് തിങ്ക് അബൌട്ട് ബൈബാക്ക്. സോ ക്യാഷ് റിച്ച് ആയിട്ടുള്ള, ഇപ്പോൾ ഇൻഫോസിസ് പോലെ കോടിക്കണക്കിന്, എനിക്ക് തോന്നുന്നു ലിസ്റ്റഡ് കമ്പനിയാണ്, നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിലും എൻ്റെ ഒരു റീഡിങ് കറക്റ്റാണെങ്കിൽ, ഞാൻ വായിച്ചതും കേട്ടതും ന്യൂസിലൊക്കെ വായിച്ചത് കേട്ടാണെന്ന് വെച്ചാണെങ്കിൽ അറൗണ്ട് 78,000 കോടിക്ക് അടുപ്പിച്ച് സംവെയർ 70,000 crores മുകളിൽ ക്യാഷ് ബാലൻസ് ഉണ്ട് ഇൻഫോസിസ്. ചുമ്മാ ഞാൻ ഒരു ഇത് പറയുന്നേ ഉള്ളൂ, മേ ബി റോങ്, ഡിസ്ക്ലൈമർ. സോ അത്രത്തോളം കോടിക്കണക്കിന് പൈസ ഉള്ളപ്പോൾ കുറച്ച് പൈസ വെച്ച് ഷെയർ ബൈബാക്ക്. സോ ഫസ്റ്റ് പോയിന്റ് ഇസ് ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് വിത്ത് എ ഹൈ ക്യാഷ് ബാലൻസ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2 ഈസ് ഇറ്റ് ഗീവ്സ് എൻ എക്സിറ്റ് റൂട്ട് ടു ഷെയർ ഹോൾഡേഴ്സ്. നിങ്ങൾക്കറിയാമല്ലോ, ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു അർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർപ്പ് മുട്ടി ജീവിക്കുന്ന ഒരാൾക്കാരെ. കാരണം ഒരു കമ്പനിയുടെ അകത്തോട്ട് കയറിയെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. വിറ്റ് പോവാം, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. സറണ്ടർ ചെയ്യാം, വിറ്റ് പോവാം. പക്ഷെ കമ്പനി ആയിട്ട് അവരെ പറഞ്ഞേക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ നമ്മുടെ മെമ്പർഷിപ്പ് ചാറ്റിൽ പഠിച്ചല്ലോ, ഷെയർ ഹോൾഡേഴ്സിനെ പുറത്താക്കാൻ പറ്റും. ദർ ഇസ് നോ പ്രൊവിഷൻ ഫോർ എക്സ്പെൽഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു വല്ലപ്പോഴേക്കെങ്കിലും ഈ ബലൂണും, നമ്മൾ ഈ ടൂർ പോകത്തില്ലേ വല്ലപ്പോഴേക്ക് വീട്ടിൽ നിന്ന്, അല്ലേ, ഒരു 2-3 വർഷം അല്ലെ, എല്ലാവരും വീട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വീട്ടുകാരെല്ലാം ഇങ്ങനെ എന്നെ പോലെ രാവിലെ ക്ലാസ് ഇത് പ്രാക്ടീസിങ്, എന്താണ് ഷെയർ മാർക്കറ്റ്, വൈകിട്ട് കമ്മോഡിറ്റീസ് മാർക്കറ്റ് ക്ലാസ്, ഇതെല്ലാം കൂടെ നമ്മൾ വല്ലപ്പോഴേക്കൊന്ന് പുറത്തു പോകും അല്ലേ, വല്ലപ്പോഴേക്കും. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഒരു എയർ വരും അല്ലേ, നമുക്കൊരു ലൈഫിലോട്ട് ഒരു പോസിറ്റീവ് എയർ വരും. ഇതുപോലെയാണ് ബൈബാക്ക്. ഇടയ്ക്ക് നമ്മളൊരു ബലൂൺ ഒന്ന് തുറന്നു കൊടുക്കണം. ഓക്കെ, കുറച്ച് ആൾക്കാർ അങ്ങ് പോകും. അപ്പോൾ ഇതിനെയും നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട് എക്സിറ്റ് റൂട്ട് ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന്റെ എക്സിറ്റ് ഓപ്ഷൻ കൊടുക്കും, ബട്ട് ഇൻ അട്രാക്റ്റീവ് പ്രൈസ്, സോ ദാറ്റ് സം ഷെയർ ഹോൾഡേഴ്സ് ഓർ സം ഷെയർസ് വിൽ ഗോ ഔട്ട്. അപ്പോൾ ഇതിന് എന്താണ് കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. അത് ഇതുകൊണ്ടുണ്ടാവും, ഇതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറയാം. ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ പറഞ്ഞ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും അല്ലെ. നമ്മൾ ടൂറൊക്കെ പോയിട്ട് വരുമ്പോൾ ഒന്ന് ഫ്രഷ് ആവും, കുറേ ആൾക്കാരെ കാണും, കുറേ പുതിയ സംസ്കാരം. ഇപ്പോൾ കുറച്ച് മൂന്നാർ അല്ലെങ്കിൽ ഊട്ടി, കൊടൈക്കനാൽ ഒക്കെ പോയിട്ട്, ഇപ്പോൾ ഞാൻ ലാസ്റ്റ് മൂന്നാറാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഒരു 3 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നപ്പോൾ പുതിയ ആൾക്കാർ, പുതിയ സംസ്കാരം, നമ്മളൊരു യാത്ര വൈബ് ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കുറച്ചൊരു ഫ്രഷ് ആവും. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും അല്ലേ. പിന്നെ വന്നിട്ടുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടും. ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ദുബായി പോയിട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ പുതിയൊരു സംസ്കാരം, വേറൊരു കൺട്രിയിൽ, നമ്മൾ ഡ്രീം കൺട്രി പോകുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പം എന്താണ് വേൾഡ് എന്ന് മനസ്സിലാക്കുന്നു, അവിടുത്തെ സംസ്കാരങ്ങൾ. അതുപോലെ ഞാൻ അവിടുത്തെ മെട്രോ ട്രെയിനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇവിടുത്തെ പോലെ ഈ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക, പരസ്പരം അറിയില്ല. ഇവിടെ ഒരു പൊതുവെ ഒരു വേറൊരു അപ്രോച്ചാണ്. ഇപ്പോൾ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ ഡ്രസ്സിങ്ങിലായാലും അതൊക്കെ ഭയങ്കര കോഷ്യസ് ആയിട്ട് ഇവിടെ ആൾക്കാർ വായിച്ചു. അവിടെ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും അവരുടെ ഫ്രീഡത്തിൽ അവർ പോകുന്നു. എല്ലാവരും സ്പീഡാണ്. എല്ലാവരും ആർക്കും മറ്റുള്ളവരെ നോക്കാനും സമയം. എവ്രി വൺ ഈസ് റണ്ണിങ് ഫാസ്റ്റ്. ഓഫ് കോഴ്സ് ദേ ആർ മേക്കിംഗ് മണി ഓൾസോ. ഇത് തന്നെയാണ് ബാംഗ്ലൂരിൽ പോകുന്നവരുടെയും പ്രത്യേകത പറയുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു നിങ്ങളെ സബ്ജക്റ്റുമായിട്ട് കുറച്ചുകൂടി കൊണ്ടുവരാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളെപ്പോഴും ബൈബാക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സിറ്റ് റൂട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ബാലൻസ് ഷെയർസ് അപ്രോച്ച് മാറും. ബാലൻസ് ഷെയർ ഹോൾഡേഴ്സ് കുറച്ചുകൂടി വെൽത്ത് മാക്സിമൈസ് ആവും, റിച്ച് ആവും. അതെങ്ങനെ സംഭവിക്കുന്നു എന്നത് നമുക്ക് പറയാം. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത് വളരെ അത്ഭുതപരമായ 3ാമത്തെ പോയിന്റ്. ഈ 3ാമത്തെ പോയിന്റും 2ാമത്തെ പോയിന്റും ഒക്കെ ലിങ്ക്ഡ് ആണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ എങ്ങനെയാണ് സർ ബാലൻസ് ഷെയർ ഹോൾഡറിന് കുറച്ചുകൂടി ഹാപ്പി ആവുക, മൂല്യം കൂടുക എന്നുള്ളത് ചോദിച്ച്, കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ഷെയർസ് പുറത്തു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയാം. ഇതാണ് കുട്ടികളെ ഏറ്റവും വലിയ സയൻസ് ഇതിൻ്റെ അകത്തുള്ള. എല്ലാം ശ്രദ്ധിച്ചേക്കണം. കുട്ടികളെ ബൈബാക്ക് പഠിക്കുമ്പോൾ ഒരുപക്ഷെ പല കുട്ടികളും പഠിക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് സാർ പറയാൻ പോകുന്നത്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഷെയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇൻഫോസിസ് എടുത്തു, 1558 ലൈവാണ് ഞാൻ കാണിച്ച പ്രൈസ് എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച, ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആണ് ശനി ഞായർ.
വെള്ളിയാഴ്ച വൈകിട്ട് ക്ലോസ് ചെയ്തതാണ് 1558, 1558 രൂപ. ഒരു ഷെയറിന് കുട്ടികളെ ഇൻഫോസിസിന്റെ ഷെയറിന്റെ ഫേസ് വാല്യൂ 1 രൂപയാണ്. 1 രൂപയുടെ ഷെയറിന്റെ മാർക്കറ്റ് മൂല്യം എന്ന് പറയുന്നത് 1558 രൂപയാണ്. അതിന് എത്ര ടൈംസ് ആയല്ലേ? 1 രൂപ എന്ന് പറയുമ്പോൾ അറൗണ്ട് 1500 ടൈംസ് കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ലൈവായിട്ട് കണ്ട എക്സാമ്പിൾ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഷെയറിന്റെ മൂല്യം ഏറ്റവും കൂടുതൽ നിർണ്ണയിക്കുന്ന പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ പാരാമീറ്റർ എന്താണ്? ഐ എം ആസ്കിങ് എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ വിച്ച് ഡിറ്റർമിൻസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ? ഒരു ഷെയറിന്റെ ഇപ്പൊ ഇൻഫോസിസിന്റെ മാർക്കറ്റിൽ ഒരു ഷെയർ വാല്യൂ ഉണ്ട്. 1 രൂപയുടെ ഷെയറിന് 1500 പ്ലക്സ് ആണത് അല്ലേ? അപ്പോൾ ഒരു ഷെയറിന്റെ മൂല്യം നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ഫിനാൻഷ്യൽ പാരാമീറ്റർ, ഒരു 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 ക്രൈറ്റീരിയ എന്താണ്? ആരെങ്കിലും അറിയാമോ? ഒരു ഷെയറിന്റെ മൂല്യം ഏറ്റവും കൂടുതൽ നിർണ്ണയിക്കുന്ന ഫാക്ടർ എന്താണ്? സഞ്ജുവിന് അറിയാമോ? ഒരു ഷെയറിന്റെ വാല്യൂ നിർണ്ണയിക്കുന്ന ഫാക്ടർ എന്തുവാ? ഏറ്റവും വലിയ ഫാക്ടർ പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എനിവൺ? ആദ്യത്തെ എന്തുവാണ്? ഗ്രോത്ത് ആണ്. പക്ഷെ അതിനെ കുറിച്ചൊരു ടെക്നിക്കലി പറയും. ഡിവിഡൻഡ് ഉണ്ട്, ഗ്രോത്ത്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ആപ്റ്റ് ആയിട്ട് ഒരു വാക്കുണ്ട്, ഒരു മൂന്ന് വാക്ക് ഇറങ്ങുന്ന ഒരു സാധനം. EPS. വെരി ഗുഡ് മിടുക്കി. ഓക്കെ, EPS. പ്രദീപ് പറഞ്ഞത് തന്നെ അതിലുണ്ട്. ഗ്രോത്തും ഡിവിഡൻഡും എല്ലാം അതിൻ്റെ അകത്തുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ടെക്നിക്കൽ വാക്ക് എല്ലാ കുട്ടികളും മനസ്സിലാക്കണം. EPS ആണ്. എന്താണ് EPS? ഏർണിങ്സ് പെർ ഷെയർ. EPS ബാലൻസ് ഷീറ്റിൽ താഴെ കാണും. EPS എല്ലാം കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും. EPS എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സയൻസാണ്. എന്താണ് സയൻസ്? EPS എന്ന് വെച്ചാൽ ഏർണിങ്സ് പെർ ഷെയർ. ഒരു ഷെയറിന് എത്ര ഏർണിങ്സ് കിട്ടുന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ഷെയറിന്റെ മൂല്യം ഇരിക്കുക. എത്രത്തോളം ഏർണിങ്സ് കൂടുന്നോ അത്രത്തോളം ഷെയറിന്റെ വില കൂടിക്കൊണ്ടുപോകും. എത്രത്തോളം ഏർണിങ്സ് കുറയുന്നോ അത്രത്തോളം ഷെയറിന്റെ, അതായത് പ്രതി പറഞ്ഞ കറക്റ്റാ, പ്രോഫിറ്റ് ആണ്, ഗ്രോത്ത് ആണ്. അത് കൂടുന്നതനുസരിച്ച് EPS കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ബൈബാക്കിന്റെ ഒരു രഹസ്യം. അപ്പൊ നമുക്ക് ഇന്ന് ഒരു നോട്ട്ബുക്ക് സൈഡിൽ വെച്ചേക്കണേ, അവിടെ ഇവിടെ ആയിട്ട് എഴുതിപ്പിക്കും. എല്ലാവരും ഒന്ന് എഴുതിയ EPS ഒന്ന് എഴുതിയ EPS ബൈബാക്ക് എന്ന് ഹെഡിങ് ഇട്ടിട്ട് താഴെ EPS 1-2 എൻട്രി ഒക്കെ ഇട്ടെന്ന് പഠിപ്പിക്കും. EPSന്റെ ഫോർമുല എന്താണ്? സൗമ്യക്ക് അറിയാമോ? EPS ഈക്വൽ ടു ഫോർമുല എന്തുവാ? EPS ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അതൊന്ന് എഴുതിയ ഫോർമുല എല്ലാവരും. EPS ഈക്വൽ ടു PAT അല്ലെങ്കിൽ EAT, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്, അല്ലെങ്കിൽ PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, PAT എന്ന ഷോർട്ട് ഫോം. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓ, നമ്മളെ സഞ്ജു നോൺ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ല അല്ലേ? ഓക്കെ, യെസ്, കുഴപ്പമില്ല, സോറി. ഞാൻ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും കോമേഴ്സ് ആൾക്കാരെന്ന രീതിയിലാണ് സ്പീഡാക്കുന്നത്. ഓക്കെ, EPS ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, PAT, പാറ്റ് എന്നാ പറഞ്ഞത്. PAT, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. EPSന്റെ ഫുൾ ഫോം ഏർണിങ്സ് പെർ ഷെയർ. EPS ഈക്വൽ ടു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഇതൊരു ഗ്ലോബൽ. നന്ദന മൈക്ക് ഓഫ് ചെയ്തേക്ക്. നന്ദന മൈക്ക് ഓഫ് ചെയ്തേക്കോ. നന്ദനയുടെ ഫോൺ ഓഫ്. ഓക്കെ, ശരി. അപ്പോ ഇതാണ് നമ്മളെ ഫോർമുല. അപ്പൊ ഈ ഫോർമുലയുടെ എന്താണ് ഒരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. ഹിയർ എഴുതിക്കോ. ഹിയർ if EAT equal to rupees 10 lakhs, rupees 10 lakhs, and number of shares equal to 1 lakh. EPS എത്രയാണ്?
നന്ദന ഫോൺ ഓണായിപ്പോയി. സർ ആ സർ ഒരിക്കൽ കൂടെ പറയാം. എന്താണ് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞേ കേട്ടില്ലായിരുന്നു. അതാ പറഞ്ഞ EPS എത്രയെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ PAT എത്രയാ? 10 ലക്ഷം അല്ലേ? നമ്പർ ഓഫ് ഷെയർസ് 1 ലക്ഷം. അപ്പൊ EPS എത്രയായി? 10 രൂപ. 10 രൂപ. ₹10. EPS എപ്പോഴും റുപ്പീസിലാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്നിരിക്കുന്ന എക്സാമ്പിളില് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന നന്ദനയുടെ നമ്പർ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിൽ വന്നിട്ട് ₹10 ആണ് EPS. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഒരു ഷെയർ വച്ചിരിക്കുന്ന ഒരാൾക്ക് അതിന്റെ ഏർണിങ്സിന്റെ 10 രൂപ കിട്ടും അല്ലെ? 10 രൂപ കിട്ടും. അതാണ് എന്റെ എസ്റ്റിമേറ്റ്. ഒരു ഷെയറിന് 10 രൂപയാണ് ഏർണിങ്സ് അല്ലേ? എഴുതിക്കോ തൊട്ട് താഴെ. ഹിയർ ഇഫ് ബൈബാക്ക് ഈസ് ഡൺ ഫോർ 50,000 ഷെയർസ്, if buyback is done for 50,000 shares. സർ ഓ സാറിന് മ്യൂട്ട് ചെയ്യാൻ പറ്റും? ആണോ? നോക്കട്ടെ. ഇല്ലല്ലോ. റിമൂവ് ഫ്രം കോൾ ഓപ്ഷൻ. നോക്കട്ടെ. മ്യൂട്ട്. മ്യൂട്ട് ചെയ്തു. താങ്ക് യു. യെസ്, താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ₹10 ആണ്. ഇവിടെ ഹിയർ ഇഫ് ബൈബാക്ക് ഇസ് ഡൺ ഫോർ 50,000 ഷെയർസ്, then the EPS will be, ഇനി EPS ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. So now the earnings, other things remaining the same. PAT will be remains like 10 lakhs divided by എത്രയായി number of shares? 50,000. because 1 ലക്ഷത്തിന് 50,000 ബൈബാക്ക് ചെയ്തു. അപ്പോൾ number of shares കുറഞ്ഞു, 50,000 ആയി. Now the EPS will be ₹20. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? സഞ്ജു, എന്ത് മനസ്സിലായി ഇതിന്ന്? കൂടും. അപ്പോ എത്രത്തോളം ഷെയർ നിങ്ങൾ ബൈബാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ് നമ്പർ ഓഫ് ഷെയർസ് ബൈബാക്ക് ചെയ്ത് കഴിയുമ്പോൾ EPS, അതർ തിങ്സ് റിമൈൻ ദ സെയിം ഒബ്വിയസ്ലി. അങ്ങനെ നമുക്കൊരു സിനാരിയോ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അതർ തിങ്സ് റിമൈൻ ദ സെയിം, ദ EPS will grow. When EPS is raised from 10 to 20, obviously the market price of the share or the value of the share will go. അപ്പൊ ഇതാണ് സംഭവം. എത്രത്തോളം നിങ്ങൾ ബൈബാക്ക് ചെയ്യുന്നോ അത്രത്തോളം EPS കൂടിക്കൊണ്ടിരിക്കും. EPS കൂടുമ്പോൾ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ കൂടും, ഇൻട്രിൻസിക് വാല്യൂ ഓഫ് ദ ഷെയർ കൂടും. ഷെയറിന്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടിക്കൊണ്ടിരിക്കും, വാല്യുവേഷൻ കൂടും. സൗമിക്ക് മനസ്സിലായോ? ഇതാണ് ബൈബാക്ക് ചെയ്യുന്ന സയന്റിഫിക് ആയിട്ടുള്ള റീസൺ. ക്ലിയർ ആയോ? അപ്പൊ 10 രൂപ EPS ഉണ്ടായിരുന്ന കമ്പനിയുടെ മൂല്യം ഇപ്പൊ നമ്മൾ ഒന്നും ചെയ്യാതെ ബൈബാക്ക് മാത്രം ചെയ്താൽ തന്നെ ഷെയറിന്റെ മൂല്യം കൂടിക്കൊണ്ടേ. അപ്പൊ ഷെയറിന്റെ മൂല്യം കൂടുക എന്ന് പറയുമ്പോൾ ബാലൻസ് ഇരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന്റെ അഥവാ ഷെയർസിന്റെ മൂല്യമാണ് കൂടുന്നത്. പോയവൻ പോയല്ലോ, 50,000 ബൈബാക്ക് ചെയ്തല്ലോ, അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള ഷെയർസിന്റെ വാല്യൂ കൂടും. ആദ്യത്തിന് മനസ്സിലായോ? Yes. So this is the technical reason which most of the students fail to understand about buyback. So EPS ലാണ് കളി മുഴുവനും. So once you buy back, the EPS will increase automatically, and since the EPS will increase, the market value of the share will increase. When the market value of the share will increase, the company's market capitalization will increase and overall valuation will increase, and all these benefit is for the balanced shareholders. So మీకు ఆ പോയിന്റ് മനസ്സിലായോ? ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സ് വച്ചിരിക്കുന്ന ഷെയറിന്റെ മൂല്യം കൂടും, പോയവും പോയാലും. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഒരു
അങ്ങനെ പറയുന്നതുകൊണ്ട് ഒന്ന് വിചാരിക്കുന്നത് ലിസ്റ്റഡ് കമ്പനിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ആസ് എൻ അക്കാഡമിഷ്യൻ, നോട്ട് ആസ് എ PCS, നോട്ട് ആസ് എ കൺസൾട്ടന്റ് ഓഫ് മീനാക്ഷി അസോസിയേറ്റ്സ് or whatever may be, only because of an academician, let me say one thing. For example, Infosys. Okay. See, ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയാണ്. ഇതിനെക്കാട്ടിലും എത്രയോ കമ്പനീസ് ഉണ്ട്, ചെറിയ കമ്പനീസ്. അതിൻ്റെയൊക്കെ ഷെയർ വാല്യൂ ഇതിനെക്കാട്ടും എത്രയോ മൾട്ടിപ്പിൾ മടങ്ങാണ്. ഐ ഡോണ്ട് വാണ്ട് ടു കമ്പയർ ബീങ് എ ലിസ്റ്റഡ് കമ്പനി. അപ്പോൾ ഇൻഫോസിസ് പോലെ ഇത്രയും വലിയ കമ്പനി, ഇത്രയും ക്യാമ്പസസും ഇത്രയും എംപ്ലോയീസിനെ എംപ്ലോയ് ചെയ്യുന്ന കമ്പനിയുടെ ആക്ച്വലി ഷെയർ വാല്യൂ കുറവല്ലേ സൗമ്യ പറഞ്ഞു? 1500 വെച്ചിട്ട് വിലയാണോ? മനസ്സിലായി. ഇവിടെ ഇഫ് യു സി എത്രയോ ഉണ്ട്. ഞാൻ ഒരു 1-2 ചുമ്മാ ബജാജ് ഫിനാൻസ് 8000 മുകളിലുണ്ട്. അതുപോലെ തന്നെ എന്താണ് MCX എന്നൊരു കമ്പനിയുണ്ട്. MCX എന്ന് വെച്ചാൽ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അതിൻ്റെ ഷെയറിൻ്റെ വില 10,000 ആണ്. MRFന്റെ ഷെയർ വന്നിട്ട് അത് അറൗണ്ട് 1 ലക്ഷത്തിന് മുകളിലുണ്ട്. മാരുതി 1 ലക്ഷത്തിന് മുകളിൽ. ഇത് മെൻ നമ്പർ ഓഫ് ഷെയർസ് വെയർ ഇറ്റ് ഇസ് ട്രേഡിംഗ് ഇൻ ഹ്യൂജ് നമ്പർ. എത്രയോ കമ്പനി 4000, 6000, 2000, എന്താണ് ഹീറോ മോട്ടോർ കോപ്പ് 2000, എന്താണ് അപ്പോളോ ഹോസ്പിറ്റൽ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇതിനെയൊക്കെ കാട്ടിലും വലിയ കമ്പനിയായ ഇൻഫോസിന്റെ ഷെയറിന്റെ വില ശരിക്കും 1500 ഉള്ളൂ. അത് ഈയിടയ്ക്കൊക്കെയാണ് ഈ 1500 എത്തിയെന്ന് മറക്കരുത്. അപ്പോൾ ഇത്തരം കമ്പനീസിന് റിച്ച് ക്യാഷ് ഉള്ളപ്പോൾ അവരെന്ത് ചെയ്യും? എന്ത് ചെയ്യും? അവർ കുറേ ഷെയർസ് തിരിച്ച് മേടിക്കുമ്പോൾ വാല്യുവേഷൻ കൂടിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളെ നിങ്ങൾക്ക് മാർക്കറ്റ് മനസ്സിലാവാനായിട്ടാണ്. 1300, 350, 400 കിടന്ന ഷെയർ ഈ 500 എത്തിയതിനെ എപ്പോഴാണെന്ന് അറിയാമോ? 1500 ഈ ബൈബാക്ക് അനൗൺസ് ചെയ്തതിന് ശേഷമാണ്. ബൈബാക്ക് നടന്നിട്ടില്ല, ആണ് ഏറ്റവും ദിവസം. ഇൻഫോസിസ് 2ാമത്തെ വർഷമാണ് ഈ ബൈബാക്കിന് വരുന്നത്. ഇങ്ങനെ ചില കമ്പനികളുണ്ട്. അവരുടെ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ഷെയറിന്റെ വില ഭയങ്കര കുറവാണ്, പക്ഷെ മൂല്യം ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഞാൻ ആ എക്കണോമിക്സ് നിർത്താം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം EPS ടെക്നിക്കൽ കഥകളൊക്കെ പറഞ്ഞു, താഴെ കുറഞ്ഞു, അതൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞു, 10 രൂപയിൽ നിന്ന് 20 രൂപ കൂടി. ആക്ച്വലി ഇവിടെ സംഭവിച്ചത് എന്താണ്? ആരാ അത് പറയുന്നത്? ആക്ച്വലി ഈ മെക്കാനിസം കൊണ്ട് സംഭവിച്ചത് എന്താണ്? ബൈബാക്ക് ചെയ്തു, സംഭവിച്ചു. 1 ലക്ഷം ഷെയർ 50,000 കുറഞ്ഞു, അതും സംഭവിച്ചു. വില എങ്ങനെയാണ് കൂടിയത്? ആരാ പറയാൻ പോകുന്നത്? എങ്ങനെയാണ് ഈ ഷെയറിന്റെ വില വന്നിട്ട് കൂടുന്നത്? 10 രൂപ 20 ആയി, 20 ആയപ്പോൾ മാർക്കറ്റ് പ്രൈസ് കൂടി. ആക്ച്വലി ഇവിടെ സംഭവിച്ച എക്കണോമിക്സ് എന്താണ്? ആരാ പറയാൻ പോകുന്നത്? ആ എക്കണോമിക്സ് മനസ്സിലാക്കാനായിട്ട് സാർ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ലൈവ് സിമ്പിൾ എക്സാമ്പിൾ. ഇപ്പൊ മാങ്ങ സീസൺ അല്ല, അത് അറിയാലോ അല്ലേ? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഈവൻ കറിക്കൊക്കെ പച്ച മാങ്ങ പോലും ഭയങ്കര റേറ്റാണല്ലോ, 150, 200 രൂപ റേറ്റാണ്. ഇത് കുറച്ചു കാലം മുമ്പ് സീസണിൽ എന്താണ് സംഭവം? ഇഷ്ടം പോലെ ചവറ് പോലെ എവിടെ നോക്കിയാലും മാങ്ങയാണ്. ഇപ്പോൾ ഒരു മാമ്പഴം ഒരു ജ്യൂസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കുമ്പോഴെങ്കിൽ 200, 300, 400 കൊടുത്ത് മേടിക്കുന്നുണ്ട്, വളരെ കിട്ടിയാൽ തന്നെ പാടാം. എന്തുകൊണ്ടാണ് അതങ്ങനെ സൗമ്യ? എന്തുകൊണ്ടാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് അറിയുമ്പോൾ, ബൈബാക്ക് ചെയ്തപ്പോ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ 1 ലക്ഷം എന്ന് പറയുമ്പോൾ ഞാൻ അറൗണ്ട് 1:1 നിങ്ങൾ മേടിച്ചത്. 1:1 എന്ന് പറയാൻ പറ്റില്ല, 2:1 നിങ്ങൾ മേടിച്ചത് അല്ലേ? അല്ല, 1:2 ആണ് മേടിച്ചത്. 1:2 എന്ന് പറയുമ്പോൾ 2 ഷെയറിന് 1 ഷെയർ തിരിച്ചു മേടിച്ചു. അങ്ങനെയാണല്ലോ 1,50,000 തിരിച്ചു മേടിച്ചത്. അപ്പോൾ 1:2 റേഷ്യോയിലാണ് മേടിച്ചത്. ഇത്രയും ഷെയർസ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് എടുത്തപ്പോൾ അവിടെ എന്തുണ്ടായി? മാർക്കറ്റിൽ ഷെയറിന് സ്കേർസിറ്റി ഉണ്ടായി. അപ്പോൾ ആ ഷെയറിന് എന്തുണ്ടായി? ഡിമാൻഡ് കൂടി. ആക്ച്വലി ഇതുകൊണ്ടല്ലേ വാല്യൂ കൂടുന്നത് അല്ലേ? ശരിയല്ലേ സഞ്ജു? അല്ലേ? വെൻ ദ ഡിമാൻഡ് ഈസ് ഹൈ and supply is low, automatically the value of the share will go up. Actually, നിങ്ങൾ ഷെയർ മാർക്കറ്റ് അല്ല, ഇൻഫോസിസ് അല്ല, ഏത് കമ്പനിയുടെ എന്തെടുത്താലും കുട്ടികളെ ഒരു കാര്യം അറിയാമോ? ദ ബേസിക് തിങ് ഞാൻ എപ്പോഴും പറയാം, തുറന്നു പറയാം. ബിൽ സാറ് പറഞ്ഞു കേട്ടോ, ഞാൻ ഇത്രയൊക്കെ 2 PG LLB നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, 10-20 വർഷം പഠിപ്പിച്ചു. ഇത്രയും സംഭവം whatever may be, കേരളം മുഴുവനും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും പറയും, ഞാൻ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും പണ്ട് BCom ഫസ്റ്റ് ഇയറിൽ നാട്ടിലെ കോളേജിൽ പഠിച്ചപ്പോൾ അന്ന് എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് പഠിപ്പിക്കുന്ന സാറുണ്ട്. എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ഹിസ് നെയിം, ഫേസ്, എവറിത്തിങ് പഠിപ്പിച്ചത്. പുള്ളി ബോർഡിൽ എഴുതി BEPയും ഡിമാൻഡും സപ്ലൈയും പഠിപ്പിച്ചതാണ് ഇന്നും ബിൽ സാറിനെയും ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെയും എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നത്. കാരണം എല്ലാ ക്യാപിറ്റൽ മാർക്കറ്റിനെയും ഫണ്ടമെന്റൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡും സപ്ലൈ. ഡിമാൻഡ് കൂടി, സപ്ലൈ കുറഞ്ഞ പ്രൈസിന്റെ വില കൂടി. അതുകൊണ്ടാണ് ഈ മാംഗോയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ദീപാവലിക്ക് തലേദിവസങ്ങളിലൊക്കെ സ്വീറ്റ്സിന് ഇത്രയും വില കൂടാൻ എന്താ കാര്യം? സരസ്വതി കൂടെ തലേ ദിവസങ്ങളിൽ പൂവിന് എന്താ വില കൂടാൻ കാര്യം? ഇതാ ഇപ്പൊ കേക്ക് വരുന്നു.
ഇല്ലേ സീസൺ വരുന്നു അല്ലേ ഡിസംബർ. നിങ്ങൾ കണ്ടിട്ടില്ല എല്ലാ കടയിലും കേക്ക് വെച്ച് തുടങ്ങി. പണ്ട് 50, 60, 100 രൂപ ഉണ്ടായിരുന്നതൊക്കെ 150, 200 എന്താ കാര്യം? ക്രിസ്മസ് സീസൺ ആകുമ്പോൾ പ്ലം കേക്കിന് വില കൂടും. കാരണം എന്ന് വെച്ചാൽ വില കൂടാൻ കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഡിമാൻഡ് ഭയങ്കരമായിട്ട് അടിച്ച് കയറും. സോ സെയിം തിങ് ഹാപ്പൻസ് ഇൻ ക്യാപിറ്റൽ മാർക്കറ്റ്. സെയിം തിങ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ബൈബാക്ക്. So since you take back some shares from the market, there will be a scarcity of number of shares and automatically demand for the shares will grow and the valuation of the shares will be high. ഇനിയും ഒരുപാട് റീസൺസ് ഉണ്ട്. ജസ്റ്റ് ഐ വോണ്ട് ടു മേക്ക് യു ബിലീവ് ദാറ്റ് ദിസ് ഇസ് എ മെക്കാനിസം ബിഹൈൻഡ് ബൈബാക്ക്. ഈ മെക്കാനിസം അറിഞ്ഞുകൂടാതെ ചുമ്മാ ബൈബാക്കിന്റെ കുറെ പ്രൊവിഷൻസ് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. അതല്ല ബൈബാക്കിന്റെ ഉദ്ദേശം. ബൈബാക്ക് എന്ന് വെച്ചാൽ ടെക്നിക്കലി ഒരു പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. വി വിൽ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഷെയർസ്. ഇൻഫോസിസ് ചെയ്യുന്നത് തന്നെയാണ്. അവർ മാർക്കറ്റിൽ നിന്ന് അറൗണ്ട് എന്താണ് ഇത്ര നമ്പർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഷെയർ മാർക്കറ്റിന് വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഡിമാൻഡ് അതാണ് ഓൾറെഡി തന്നെ പ്രൈസിൽ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടി സ്റ്റെബിലൈസ് ആവും. ആൻഡ് മൈൻഡ് യു, ഫോർ ഡൂയിങ് ബൈബാക്ക് യു റിക്വയർ ക്യാഷ്, ഹ്യൂജ് ക്യാഷ്. ചെറിയ ക്യാഷ് ഒന്നും പറയാം, ഹ്യൂജ് ക്യാഷ്. ബിക്കോസ് യു ഹാവ് ടു പേ ബാക്ക് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയർ? Shall I go to the law? Principle മനസ്സിലായല്ലോ. അപ്പോൾ ബൈബാക്ക് ഈസ് ഡൺ ഫോർ ബേസിക്കലി ഫോർ 3 purposes I should say. One is as part of capital restructuring for a cash rich company. Second is to improving the market price of the shares and it will benefit the remaining shares. And third one is to improve the EPS. Ultimately it will improve the valuation of the shares so that the value of the shares, the balance shares will be increasing. So I hope it is clear. Now we will go to the law. ലോ അടുത്ത ക്ലാസ്സിൽ ഒന്ന് പഠിച്ചു പറയണം. ഓക്കെ, ഐ വിൽ സേ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് പഠിച്ചു പോകും. നമ്മൾ കുറച്ചൊരു മെക്കാനിസംസ് ഇനി നോക്കാൻ പോകും. അവിടെ കുറച്ച് സമയം നോക്കി പോകും. അതുകൊണ്ട് നമ്മൾ ലോ അങ്ങ് പഠിച്ചു പോകും. എന്നിട്ട് അടുത്ത ക്ലാസ്സിലെ 12 പോയിന്റ്സ് പഠിച്ച് പറയണം. എന്നിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, സോ കം ഓൺ. ബൈബാക്ക് സെക്ഷൻ 68 to 70 ഡീൽസ് വിത്ത് ബൈബാക്ക്. ഫസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അണ്ടർ സെക്ഷൻ 68 ആണ്. 68, 69, 70 മറക്കരുത്. ജീവിതത്തിൽ 68 ബൈബാക്ക്, 69 ട്രാൻസ്ഫർ ടു CRM, 70 പ്രൊഹിബിഷൻ ഓഫ് ബൈബാക്ക്. ഈ 3 സെക്ഷനാണ് കമ്പനീസ് ആക്ടിൽ ബൈബാക്ക് ഡീൽ ചെയ്യുന്നത്. 68, 69, 70. നൗ കമ്മിങ് ടു ദ ഫസ്റ്റ് വൺ ഈസ് സോഴ്സസ് ഓഫ് ബൈബാക്ക്. എവിടെ നമുക്ക് ബൈബാക്ക് കിട്ടും? എല്ലാവരും ശ്രദ്ധിയാക്കണം. നെക്സ്റ്റ് 20 minutes ബി വെരി കെയർഫുൾ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഫ്രം ഫ്രീ റിസോഴ്സ്. സെക്കൻഡ് വൺ ഈസ് ഫ്രം SPA, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. തേർഡ് വൺ ഈസ് ടു പ്രൊസീഡ്സ് ഓഫ് ഏർലി ഇഷ്യൂ. നേരത്തെ ഇഷ്യൂ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപിറ്റൽ കയ്യിലിരിപ്പുണ്ട്, എക്സസ്, അതുവഴി തിരിച്ചു കൊടുക്കുക. So for buyback, technically you require a source. You require cash obviously, but you require a source of capital. എവിടുന്നാണ്? ഫ്രീ റിസോഴ്സിന് എടുത്ത് കൊടുക്കാം, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിന് എടുത്ത് കൊടുക്കാം. അതുപോലെ പണ്ട് ഇഷ്യൂ ചെയ്തിട്ട് വച്ചിരിക്കുന്ന ഷെയർ ഉണ്ട്, പൈസയുണ്ട്, ഷെയറിന്റെ പ്രൊസീഡ്സ് ഉണ്ട്, അതിൽ നിന്ന് എടുത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 3 സോഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പൊതുവെ ഒരേ സോഴ്സ് ഓഫ് ക്യാപിറ്റലിന് എടുത്ത് ബൈബാക്ക് ചെയ്യാൻ പോകും. ഫോർ എക്സാമ്പിൾ, ഇക്വിറ്റിയുടെ സോഴ്സിനെടുത്ത് ഇക്വിറ്റി ബൈബാക്ക് ചെയ്യരുത്, പ്രിഫറൻസ് സോഴ്സ് എടുത്ത് പ്രിഫറൻസ് ബൈബാക്ക് ചെയ്യുന്ന ഒരു ശാസ്ത്രമുണ്ട്, ഒരു ലോ ഉണ്ട്. അത് ഒഴികെ പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സോഴ്സാണ്. ഫ്രം ഫ്രീ റിസോഴ്സ്, ഫ്രം SPA, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, തേർഡ് വൺ ഇസ് ദ പ്രൊസീഡ്സ് ഓഫ് ഏർലി ഇഷ്യൂ. ഫ്രീ റിസോഴ്സിനെ കുറിച്ച് നമ്മൾ പല സെഷൻസിലും പറഞ്ഞിട്ടുണ്ട്. ഫ്രീ റിസർവ് എന്ന വാക്കിന്റെ അർത്ഥം ഒരു പർപ്പസിന് വേണ്ടി മാറ്റി വച്ചിട്ടില്ലാത്ത, ഫ്രീ ടു ഡിസ്ട്രിബ്യൂട്ട് ആയിട്ടിരിക്കുന്ന, റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് അതുപോലത്തെ സ്പെഷ്യൽ റിസർവ്സ് ഒന്നും അല്ലാത്ത ഫ്രീ ടു റിസർവും ഫ്രീ ടു ഡിസ്ട്രിബ്യൂട്ടും ജെന്യൂൻ പ്രോഫിറ്റ്സിന് ബിൽഡപ്പ് ചെയ്തിരിക്കുന്ന റിസർവ്സിനെയാണ് കുട്ടികളെ നമ്മൾ ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത്. അതെടുത്ത് കൊടുക്കാം. നമ്മളത് എനിക്ക് തോന്നുന്നു 2-3 ഇടത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്. നോ വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ ഫോർ എക്സാം പോയിന്റ് ഓഫ്. ഞാൻ പെട്ടെന്ന് കുറച്ച് എല്ലാം പെട്ടെന്ന് പോകും, കാരണം നമ്മൾ കുറച്ചുകൂടി വേറെ ഏരിയയിൽ നമ്മൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഞാൻ ബൈബാക്കിനെ കുറിച്ച്. സോ ഫസ്റ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് ദീസ് പ്രൊവിഷൻസ്. ഇത് പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ പഠിച്ച് പറയാൻ പറയും അടുത്ത ക്ലാസ്സിൽ ഇന്നോ സമയമുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ഏരിയയിലോട്ട് പോകാം. ഫസ്റ്റ് പോയിന്റ് ഓൾറെഡി പറഞ്ഞു, പഠിക്കുമ്പോൾ ഓർമ്മിക്കണം. അതുകൊണ്ട് 12 പോയിന്റ് ഒന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സോഴ്സസ് ഓഫ് ബൈബാക്ക് ആണ്. സെക്കൻഡ് വൺ ഈസ് ഓതറൈസേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കമ്പനീസ് ആക്ടിൽ കമ്പനീസ് അമെൻമെന്റ് ആക്ട് 1999 ബൈബാക്ക് ആദ്യം വന്നത്, വിത്ത് റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഫ്രം 31/10/1998. അപ്പോൾ ആ ഡേറ്റിൽ മുതലാണ് ഇന്ത്യയിൽ ബൈബാക്ക് വന്നത്. കമ്പനീസ് ആക്ട് ഇന്ത്യയിൽ സജീവമായിട്ട് 1956 മുതലുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ ഒരു 45-50 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പനിയുടെ ഒന്നും തന്നെ ആർട്ടിക്കിൾസിൽ ബൈബാക്ക് എന്നൊരു വാക്ക് പോലും കാണത്തില്ല. കാരണം അന്നൊന്നും ബൈബാക്കിന് പ്രൊവിഷൻ ഇല്ലല്ലോ കമ്പനീസ് ആക്ടിൽ. അപ്പോൾ ഒബ്വിയസ്ലി കമ്പനീസ് എന്ത് ചെയ്യേണ്ടി വരും? അന്ന് ആർട്ടിക്കിൾസിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് ആദ്യം ആർട്ടിക്കിൾസിൽ അമെൻഡ് ചെയ്ത് നിങ്ങൾ ഈ പ്രൊവിഷൻ ഉണ്ടാക്കണം.
പുതിയ ജനറേഷൻ ന്യൂ ജൻ കമ്പനി 2013 രജിസ്റ്റർ ചെയ്ത കമ്പനിയിലെല്ലാം ബൈബാക്കിനുള്ള പ്രൊവിഷൻ കാണും. അപ്പോൾ ആദ്യം നിങ്ങൾ ബൈബാക്കിന് പോകുന്ന മുമ്പ് ചെക്ക് ചെയ്യേണ്ടത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ബൈബാക്കിനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അത് ഓൾട്ടർ ചെയ്ത് ബൈബാക്കിനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സെക്ഷൻ 14 സ്പെഷ്യൽ റെസൊല്യൂഷൻ MGT 14 വഴി ആർട്ടിക്കിൾസ് ഓൾട്ടർ ചെയ്യണം. ഓക്കെ, now this is the very important magic here. So this is a very important aspect you have to look into it. So here ബൈബാക്കിന്റെ ലിമിറ്റ് ആണ്. കുട്ടിയുടെ ബൈബാക്ക് 2 റൂട്ട് വഴി നമുക്ക് ചെയ്യാം. ഒന്ന് ബോർഡ് അപ്രൂവൽ റൂട്ട് വഴി ചെയ്യാം. ബോർഡ് അപ്രൂവൽ മാത്രം മതി. പക്ഷെ കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റലിന്റെയും ഫ്രീ റിസോഴ്സിന്റെയും 10% മുകളിൽ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ കമ്പനിയുടെ നെറ്റ്വർത്തിന്റെ 10% വരെയാണ് നിങ്ങൾ ബൈബാക്ക് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മതി? നിങ്ങൾക്ക് ബോർഡ് റൂട്ട് മതി. എന്നാൽ 10% പോരാ, നിങ്ങൾക്ക് 10% മുകളിൽ ബൈബാക്ക് ഇടുന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡർ റൂട്ട് വഴിയേ ബൈബാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 25% വരെ ബൈബാക്ക് ചെയ്യാം. ടോട്ടൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ ഫ്രീ റിസോഴ്സിന്റെയും 25% വരെ നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യാം. അപ്പോൾ 2 സ്ലാബാണ്. അപ് ടു 10% ആണെന്നുണ്ടെങ്കിൽ ബോർഡ് റൂട്ടും ബോർഡ് റെസൊല്യൂഷൻ മാത്രമേ ഷെയർ ഹോൾഡർ അപ്രൂവൽ വേണ്ട. 10% മുകളിൽ ബൈബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ഹോൾഡർ അപ്രൂവൽ എടുക്കണം. അത് അപ് ടു 25% വരെ പറ്റത്തുള്ളൂ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ ഫ്രീ റിസോഴ്സിന് 25% വഴി മാത്രമേ ബൈബാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സൗമ്യത്തിന് ഒരു ചോദ്യം ചോദിക്കും, സൗമ്യ എനിക്ക് 28% ബൈബാക്ക് ചെയ്യണം, പറ്റുമോ പറ്റൂലേ? പറ്റില്ല, 25% വരെ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് 28% വേണം, ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം സൗമ്യ? അറിയത്തില്ല സർ. റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ പോകണം. ഓക്കെ, മനസ്സിലായി പറഞ്ഞത്? 20, അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. ഇതും റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ആണ്. പക്ഷെ 25% വരെ ആണെങ്കിൽ ട്രിബ്യൂണലിൽ പോകണ്ട. പറഞ്ഞാൽ മനസ്സിലായി? ഇങ്ങനെ വേണം ഇന്റർപ്രറ്റ് ചെയ്യാൻ. അപ്പൊ 25% ശേഷം നിങ്ങൾ ബൈബാക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ബൈബാക്ക് എന്നൊരു ഓപ്ഷൻ ഇല്ല. അവിടെ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലേ ഉള്ളൂ. ദെൻ യു ക്യാൻ, പഴയ പ്രോസസ് ഉണ്ടല്ലോ 66 പ്രകാരം പോയി ട്രിബ്യൂണലിൽ പോയി അപ്രൂവ് ചെയ്യും. ഇപ്പൊ മനസ്സിലാവോ ഇതിന്റെ മൊത്തത്തിലുള്ള പിക്ചർ? ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ലോജിക്. മനസ്സിലാവും? അപ്പൊ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ 10% വരെയാണെങ്കിൽ ബോർഡ് അപ്രൂവൽ വഴിയും 25% വരെയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡർ അപ്രൂവൽ വഴിയും അതിന് ബൈബാക്ക് എന്ന് നമ്മൾ വിളിക്കും. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈബാക്കിന് ഓപ്ഷൻ ഇല്ല. കാരണം കമ്പനീസ് ആക്ടിൽ ബൈബാക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ട്രിബ്യൂണൽ അപ്രൂവൽ പോവാതെ തന്നെ ഷെയർ ക്യാപിറ്റൽ കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഇന്റേണൽ രീതിയാണ് നമ്മൾ ബൈബാക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ലോയുടെ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ നേരത്തെ ഇത്ര നേരം ഡിസ്കസ് നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആംഗിളിലാണ് പറഞ്ഞത്. ലോയുടെ സ്ട്രക്ചർ നോക്കും, ഇതാണ് ലോ. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ ഒരു കമ്പനിക്ക് 30% ബൈബാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ക്യാപിറ്റൽ തിരിച്ചെടുത്തേ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഓപ്ഷൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ 25% ബൈബാക്കിൽ പോയിട്ട് 5% റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ റൂട്ടിലോട്ട് പോകണം. അല്ലെങ്കിൽ 30% യു ഹാവ് ടു ഗോ ത്രൂ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. ബൈബാക്ക് ഓപ്ഷൻ 68 യൂസ് ചെയ്ത് മാത്രമേ പറ്റൂ. ബൈബാക്കിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? യു ഡസ് നോട്ട് റിക്വയർ അപ്രൂവൽ ഓഫ് NCLT. ഇറ്റ് ഈസ് എൻ ഇന്റേണൽ അഫെയർ വിത്ത് യുവർ ഷെയർ ഹോൾഡർ അപ്രൂവൽ. കമ്പനി മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരും അറിയണ്ട. ആൻഡ് ഒബ്വിയസ്ലി യു ഡസ് നോട്ട് റിക്വയർ ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ്, അങ്ങനത്തെ പ്രൊസീജിയേഴ്സ്, പത്രപരസ്യം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അൺലെസ് യു ആർ ലിസ്റ്റഡ് കമ്പനി, ദർ ആർ ലോട്ട് ഓഫ് കംപ്ലയൻസ് ഈസ് നോട്ട് റിക്വയർഡ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇപ്പോൾ ലിമിറ്റ് മനസ്സിലായല്ലോ. ബോർഡ് റൂട്ട് ആണെങ്കിൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ, ടോട്ടൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ ഫ്രീ റിസോഴ്സിന് 10%, ഷെയർ ഹോൾഡർ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പെയ്ഡപ്പ് ക്യാപിറ്റലിന് 25%. ക്ലിയർ? പക്ഷെ താഴെ ഒരു ബോംബ് ഉണ്ട്, കണ്ട എഴുതിയിരിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ക്യാൻ അപ്രൂവ് ബൈബാക്ക് അപ് ടു 25% ഓഫ് ദ ടോട്ടൽ പെയ്ഡപ്പ് ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസോഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ അവിടെ അതിൻ്റെ അകത്ത് ഒരു ബോംബുണ്ട്. അത് എഴുതിയിരിക്കുന്ന ഒരു സുഖമില്ലാത്ത രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് കോണ്ടത്തിന്റെ അകത്തുണ്ടോ എന്ന് പറഞ്ഞൂടെ, നോക്കട്ടെ. തൊട്ടടുത്ത പോയിന്റിലാണ് കോണ്ടം. The buyback is 25% or less of the aggregate paid up capital and resource of a company in respect to buybacks of equity shares in any financial year. The reserve of 25% shall be construed with respect to its paid up capital in that financial year. അതൊന്ന് വായിച്ചിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യും എന്താണ് ആ മൂന്നാമത്തെ പോയിന്റ്. That is very important for exam point of view and practical point of view. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, ബട്ട് യു ഫസ്റ്റ് യു ട്രൈ.
മൂന്നാമത്തെ പോയിന്റ് ക്യാൻ എനിവൺ എക്സ്പ്ലെയിൻ? ഇറ്റ് ഇസ് എൻ അഡീഷണൽ what you call ഒരു അഡീഷണൽ റിക്വയർമെന്റ് പോലെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കത്തിയോ? സഞ്ജു സർ അത് കറക്റ്റ് ആണെന്ന് അറിയില്ല. ബട്ട് സർ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ പെയ്ഡ് ഇക്വിറ്റി ക്യാപിറ്റൽ വെച്ചാണ് ഈ ഷെയർ ഹോൾഡേഴ്സ് സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി ബൈബാക്കിനുള്ള സ്കോപ്പ് കൊടുക്കുന്നത്. 25%. ഓക്കെ, അത് പറഞ്ഞു. എന്നിട്ട് സർ അതിനകത്ത് ഒരു പോയിന്റ് പറഞ്ഞാല് ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർ ഫിനാൻഷ്യൽ ഇയറില് 25% റിസർവും അത് എടുക്കേണ്ട അത് ക്യാപിറ്റലിന് വാല്യൂ വെച്ചാണ് എടുക്കേണ്ടത്. നോക്കാം. let me dig on it. Soumi, any other view? സർ ഫസ്റ്റ് സെന്റൻസ് പറയുന്നത് ബൈബാക്ക് എന്ന് പറയുന്നത് 25% അതിൽ കുറവോ ആയിരിക്കണം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന് ഫ്രീ റിസർവും കൂട്ടുന്നതിന്റെ 25% അതിന് താഴെ ആയിരിക്കണം. ഇനി ബൈബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഏത് ഫിനാൻഷ്യൽ ഇയർ ആയാലും അതിന്റെ റിസർവ് ഒരു 25% റിസർവ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന് തുല്യമായ രീതിയിൽ 25% റിസർവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് കുറച്ച് ലാപ്റ്റായി സൗമ്യ പറഞ്ഞതിന് കുറച്ച് ലാപ്റ്റ് അല്ല സഞ്ജു പറഞ്ഞതിന് കുറച്ച് ലാപ്റ്റായിട്ട് സൗമ്യ പറഞ്ഞു. അതിന് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഞാൻ പറയാം. ടോട്ടൽ ഒരു നിങ്ങൾക്ക് ബൈബാക്ക് ചെയ്യാൻ പറ്റുന്നത് 25%. അതിലുള്ള മാക്സിമം ലിമിറ്റ്. പക്ഷെ ഒരു വർഷം എടുക്കുമ്പോൾ ഇക്വിറ്റി ക്യാപിറ്റലിൽ നിന്ന് എത്രയ്ക്ക് മുകളിൽ ബൈബാക്ക് ചെയ്യാൻ പാടില്ല? 25% മുകളിൽ ബൈബാക്ക് ചെയ്യാനും പാടില്ല. എങ്ങനെയാണ്? സി ടോട്ടൽ യുവർ ലിമിറ്റ് ഈസ് 25%. ബട്ട് ഫോർ എ ഫിനാൻഷ്യൽ ബേസിസ് ഇക്വിറ്റി ക്യാപിറ്റലിന് ബൈബാക്ക് ചെയ്യുന്നത് തന്നെ 25% ലിമിറ്റ് വെച്ചിട്ടുണ്ട് അകത്ത്. ഓക്കെ 25% മുകളിൽ ഒരു വർഷം ഇക്വിറ്റി ക്യാപിറ്റലിന് ബൈബാക്ക് ചെയ്യാനും പാടില്ല. ടോട്ടൽ 25%. അതിൻ്റെ അകത്തൊരു 25% പറയുന്നുണ്ട് ഫിനാൻഷ്യൽ ബേസിസ്. അതവിടെ ഇരിക്കട്ടെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എങ്കിലും നിങ്ങൾ പറഞ്ഞ സമയം പറഞ്ഞ തന്നെയാണ് കറക്റ്റ്. യു ഹാവ് ടു മെയിൻറ്റെയിൻ എ റിസർവ് ഓഫ് പെയ്ഡ് ക്യാപിറ്റൽ ഓഫ് 25% ഓൺ എവറി ഇയർ ഈവൻ ദോ യു ബൈ ബാക്ക്. അല്ലേ? അതല്ലേ ഏറ്റവും കറക്റ്റ് അല്ലേ? ബൈ ബാക്ക് ചെയ്താലും ഇക്വിറ്റി ക്യാപിറ്റലിന് 25% മുകളിൽ എടുക്കാൻ പാടില്ല. 25% അവിടെ വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ ആദ്യത്തെ? ശരിയല്ലേ? അങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ലെറ്റ് മീ ഫസ്റ്റ് കംപ്ലീറ്റ് ദിസ് ലോ. സോ അത് കഴിഞ്ഞു. അടുത്ത കണ്ടീഷൻ ഈ പോയിന്റ്സ് ആണ് ഞാൻ പഠിച്ചിട്ട് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇതിന് 3 പോയിന്റ്. 4ാമത്തെ പോയിന്റ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1. ബൈബാക്കിന് ശേഷം ബൈബാക്ക് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ പൈസ വേണം, പൈസ കൊടുക്കണ്ടേ? പല കമ്പനികളും ലോൺ എടുക്കും. മനസ്സിലായോ? പൈസ ഉണ്ടെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് കൊടുക്കാൻ 25% ബൈബാക്ക് എന്ന് വെച്ചാൽ 25% പൈസ കയ്യിൽ വേണ്ടേ? അപ്പൊ യൂഷ്വലി കമ്പനി വിൽ ഗോ ടു എ ഡെറ്റ് ക്യാപിറ്റൽ, പൈസ കടം മേടിക്കും, ലോൺ എടുക്കും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബൈബാക്കിന് ശേഷം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടാൻ പാടില്ല. ദാറ്റ് മീൻസ് 1 കോടിയാണ് ക്യാപിറ്റൽ ആണെങ്കിൽ 2 കോടിക്ക് മുകളിൽ ലോൺ പാടില്ല എന്ന് പറയാൻ കഴിയും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അത് വേരി ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പിന്നെ കമ്മിങ് ടു ഗവൺമെന്റ് കമ്പനിയെ സംബന്ധിച്ചോളം അവിടെ ഒരു എക്സംഷൻ ഉണ്ട്. അത് ചിലപ്പോൾ എടുത്ത് ചോദിച്ചാൽ എഴുതണം. പരീക്ഷയ്ക്ക് എഴുതിയാൽ കുറച്ച് നല്ല പോയിന്റ്, നല്ല മാർക്ക് കിട്ടും. ഗവൺമെന്റ് കമ്പനിയെ സംബന്ധിച്ചോളം 6:1 ആണ് റേഷ്യോ. 1 കോടി ഇക്വിറ്റി ആണെങ്കിൽ 6 കോടി വരെ ലോൺ ആവാം. സോ ദാറ്റ് ഇസ് എ ഗുഡ് എക്സംഷൻ ഫോർ എ ഗവൺമെന്റ് കമ്പനി. സോ യൂഷ്വലി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ബൈബാക്കിന് മുമ്പല്ല, പോസ്റ്റ് ബൈബാക്ക് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് പറഞ്ഞിരിക്കുന്നത് 2:1 ആയിരിക്കണം. ഗവൺമെന്റ് കമ്പനിക്ക് 6:1 ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ ഓൾ പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് ടു ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് അപ്പ്. ആൻഡ് യു നോ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിലും പ്രൈസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിലും ഇതുപോലെ എല്ലാ കോർപ്പറേറ്റ് ആക്ഷൻസ് എടുക്കണമെങ്കിലും പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് അല്ല നിങ്ങൾ എന്താക്കിയിരിക്കണം, ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ആക്കിയിരിക്കണം. അത് ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ബൈബാക്ക്. ഒരു ബൈബാക്ക് കഴിഞ്ഞാൽ കുട്ടികളെ 1 വർഷം കഴിഞ്ഞ് മാത്രം, ഇത് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ബൈബാക്ക് തമാശ കളിയല്ല, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് മാത്രം അടുത്ത ബൈബാക്ക് പ്രപ്പോസൽ വെക്കാൻ പാടുള്ളൂ. സോ ദർ ഷുഡ് ബി എ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ബൈബാക്സ് ഇസ് 1 ഇയർ. ഇതെല്ലാം പഠിക്കണേ കുട്ടികളെ. ഞാൻ പറയാം, ലാസ്റ്റ് ഒന്നിൽ പറഞ്ഞുതരാം പഠിക്കാൻ.
നെക്സ്റ്റ് പോയിന്റ് ഈസ് കംപ്ലീഷൻ ഓഫ് ബൈബാക്ക്. റെസൊല്യൂഷൻ, ബോർഡ് റെസൊല്യൂഷൻ ആയാലും 10% റൂട്ട് ബോർഡ് ആയാലും 25% ഷെയർ ഹോൾഡേഴ്സ് റൂട്ട് ആയാലും റെസൊല്യൂഷൻ പാസ്സാക്കി ഒരു വർഷത്തിനകത്ത് എൻറ്റയർ ബൈബാക്ക് പ്രോസസ്സും ചെയ്ത് തീർത്തിരിക്കണം. 1 വർഷമാണ് മാറിപ്പോയത്. നെക്സ്റ്റ് ഇസ് കമ്മിങ് ടു ഹൗ വിൽ യു ബൈബാക്ക്. 3 രീതിയിലാണ് ബൈബാക്ക് ചെയ്യുന്നത്. ബേസിക്കലി 1 ഈസ് പ്രൊപ്പോർഷനേറ്റ് ബേസിസ്. അതാണ് പൊതുവെ എല്ലാ കമ്പനികളും ചെയ്യുന്നത്. 1:3, 1:2. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പഠിച്ചതിൽ 1:2 ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എളുപ്പത്തിൽ പറയുന്നത്. 1:1 ബൈബാക്ക് ചെയ്യാം, ഭയങ്കരമായിട്ട് ക്യാപിറ്റൽ കുറയും. അത് നിങ്ങളുടെ കമ്പനിയുടെ വാല്യുവേഷനും മറ്റുള്ള എക്സ്ചേഞ്ച് റേഷ്യോ ഒരുപാട് ഫാക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും ബൈബാക്ക് പ്രൊപ്പോർഷനേറ്റ് ബേസിസിലാവുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും എക്സിറ്റ് റൂട്ട് കിട്ടും. എനിക്കും കിട്ടും, കമ്മിക്ക് കിട്ടും, സഞ്ജുനും കിട്ടും, ആദ്യം കിട്ടും, പ്രതിയും കിട്ടും. everyone will get an exit option. So that is always better that you give ratio basis, so that pro rata ആയിട്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും കുറച്ച് ഷെയർ പോകും. Second easiest method is open market operation, that the company will have a demat account. It will capital market in the bulk ആയിട്ട് ഷെയർ മേടിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്പർ ഓഫ് ഷെയർസ് മാർക്കറ്റിൽ കുറയും. ദാറ്റ് ഈസ് OMO, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അങ്ങനെ ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്നുള്ളത് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ വഴിയോ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് വഴിയോ എംപ്ലോയീസിനും ഓഫീസേഴ്സിനും ഒക്കെ കൊടുത്തിരിക്കുന്ന ഷെയർ മാത്രമായിട്ട് ബൈബാക്ക് ചെയ്യാം. ദാറ്റ് ഈസ് അനദർ ഓപ്ഷൻ. ദ ഓൺലി disadvantage of this option this will not give an exit option for the shareholders, common shareholders. It will give an exit option for the employee shareholder and of course the director shareholder and all. So adum cheyam. So whatever maybe, there are more 3 methods, and of course for a listed company there is some method called as tendering process, which Infosys uses the tendering process vazhiyana. Adoru merchant bank vazhiya tender cheydedukkunna process aanu. So anyway, methods of buyback is also important. There are 3 methods as per company side. One is pro rata basis, second one is open market operation, third one is from employees and sweat shares. Next point is, see, usually buyback the shares pinne puran loham kanathilla. That means you cannot reissue the bought back shares. Okay, but forfeiture polella, forfeit cheyum ariyalo alle, call tharathundu nammal forfeit ചെയ്ത് കഴിയുമ്പോൾ റീഇഷ്യൂ ആവും. പക്ഷേ ബൈബാക്കിൻ്റെ ഷെയർ പിന്നെ പുറം ലോകം കാണാൻ പാടില്ല, അതിനെ നമ്മൾ നശിപ്പിച്ച് കളയും. സോ ദ ബോട്ട് ബാക്ക് ഷെയർസ് എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഫിസിക്കൽ ഷെയർസ് വി വിൽ കീറിക്കളയും, ഫിസിക്കലി അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. ബോട്ട് ബാക്ക് ചെയ്ത് 7 ദിവസത്തിനകത്ത് അതിനെന്ത് ചെയ്യണം, നമ്മൾ ഡിസ്ട്രോയ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് പുറം ലോകം കാണാൻ പാടില്ല, അതൊരിക്കലും പിന്നെ ആ ഷെയർ ജനിക്കാൻ പാടില്ല, അത് റീഇഷ്യൂ ചെയ്യാൻ പാടില്ല. നമുക്ക് വേണ്ടാത്ത ഷെയറാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ക്യാൻസൽ ചെയ്യണം. നമ്മളതിനെ ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റിങ്ക്വിഷ് ചെയ്യണം. അത് ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയുടെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചാർട്ടർ കൊണ്ട് മുമ്പിൽ വെച്ച് വേണം അത് തീർക്കളയാനും, അത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. കാരണം ആ ഷെയർ ഇനി ജനിക്കാൻ പാടില്ല. ഓക്കെ, സോ ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി വെരി ഈസി പോയിന്റ്സ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് ഫർദർ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. കുട്ടികളൊരു ബൈബാക്ക് ചെയ്ത് ഷെയർ വേണ്ടാന്ന് വെച്ചിട്ടാണ്, ഈ ക്യാപിറ്റൽ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ചില കമ്പനികൾ ബൈബാക്ക് ചെയ്തിട്ട് തൊട്ടുതറേ ഒരു റൈറ്റ്സ് ഇഷ്യൂവിനും ബോണസ് ഇഷ്യൂവിനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് പറ്റത്തില്ല, ആണെങ്കിൽ പിന്നെ ഇറ്റ് വിൽ സ്പോയിൽ ദ കേക്ക്. So that is why we put a restriction that no further issue of shares, including new shares or issue of bonus shares or right shares, will not be allowed within a period of 6 months of buyback, except conversions ഉള്ളത്. കൺവെർഷൻ വാറണ്ടും സ്റ്റോക്ക് ഓപ്ഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൺവെർഷൻ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് കിടക്കുകയാണെങ്കിൽ ആ കൺവെർഷൻ വന്ന് വീഴുകയാണെന്നുണ്ടെങ്കിൽ അത് പറ്റും. അല്ലാത്ത പക്ഷം ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ പറ്റും. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല. 6 മാസത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഫർദർ ഇഷ്യൂ നടത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ഷെയർ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ക്യാൻസൽ ചെയ്ത്, അപ്പോൾ പിന്നെ 6 മാസത്തിനകത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, റൈറ്റ്സ് ഇഷ്യൂ പറ്റത്തില്ല. ഗുഡ് പോയിന്റ്സ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് പീരീഡ് ഓഫ് ഓഫർ. റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന പോലെയാണ്. മിനിമം 15 മാക്സിമം 30 ഡേയ്സുമാണ് ഓഫർ തരും. മിനിമം 15 ഡേയ്സ് വരെ ഓഫർ ഓപ്പൺ ആയിരിക്കും, മാക്സിമം 30 ഡേയ്സ് ഓഫർ ആയിരിക്കും. അതിനിടയിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ബൈബാക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. രജിസ്റ്റർ ഓഫ് ബൈബാക്ക്, യു ഹാവ് ടു മെയിൻറ്റെയിൻ എ രജിസ്റ്റർ ഓഫ് ബൈബാക്ക് ഇൻ ഫോം SH10. ദെൻ കമ്മിങ് ടു ഫയലിംഗ് ഓഫ് ROC. ഈ കൊടുക്കുന്ന ഓഫർ ലെറ്റർ SH8 അത് ROCയിൽ ഫയൽ ചെയ്യണം. അതുപോലെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് MGT14 ഫയൽ ചെയ്യണം. എക്സാമിൽ ചോദിക്കാൻ പറ്റിയൊരു ഏരിയയാണ് കുട്ടികളെ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. SH9. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബൈബാക്കിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ കമ്പനിയുടെ ലൈഫ് എൻഡേഞ്ചർ ചെയ്യുന്നൊരു സിമ്പിളായി മാറും. ഈ കമ്പനി മുങ്ങാൻ പോകുന്നോ, വീഴാൻ പോകുന്നോ, വൈൻഡിങ് അപ്പിൽ പോകുന്നോ എന്നുള്ള ചോദ്യം വരും. കാരണം കമ്പനി ക്യാപിറ്റൽ തിരിച്ചു കൊടുത്തു തുടങ്ങിയെന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്കൊരു സൈറനാണ് ഓർമ്മ വരുന്നത്. കാരണം നമ്മൾ പെട്ടെന്ന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബിൽ സാറ് ഫീസൊക്കെ തിരിച്ചു കൊടുത്തു തുടങ്ങി എന്നൊരു മാർക്കറ്റ് ന്യൂസ് വന്നാൽ നിങ്ങൾ എന്ത് വിചാരിക്കും, അയ്യോ സാറ് ഫീസൊക്കെ കൊടുത്തു തുടങ്ങി, എന്ത് പറ്റി തിരിച്ചു കൊടുത്തു തുടങ്ങി, സാർ എന്ത് പറ്റി ക്ലാസ് നിർത്തുമോ, സാർ ഇവിടെ നിന്ന് പോകുന്നോ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും ഒരു കമ്പനിയെ സംബന്ധിച്ചോളം മേടിച്ച് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുക. സോ
ഇതിൻ്റെ സോൾവൻസിയുടെ ഒരു പ്രശ്നം ചോദ്യം വരും, കമ്പനിയുടെ സോൾവൻസി. അതുകൊണ്ടാണ് കുട്ടികളെ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. ബൈബാക്കിന് പോകുന്ന എല്ലാ കമ്പനികളും ROCയിൽ ഒരു ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഫയൽ ചെയ്യണം, SH9 എന്ന് പറയുന്ന ഫോമിൽ. ഈ കമ്പനി ബൈബാക്ക് ചെയ്ത് 1 വർഷത്തിനകം വരുന്ന എല്ലാ ലയബിലിറ്റീസും പ്രോപ്പറായിട്ട് തിരിച്ചു കൊടുക്കുമെന്നും കമ്പനിയുടെ സോൾവൻസി പൊസിഷനിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് 2 ഡയറക്ടേഴ്സ്, ഒരു MDയും ഒരു ഡയറക്ടറും കൂടെ ചേർന്ന് ഒരു അഫിഡവിറ്റ് ഒപ്പിട്ട് അഫിഡവിറ്റ് അറ്റാച്ച് ചെയ്ത് SH9 എന്ന് പറഞ്ഞ ഫോമിൽ നിങ്ങൾ ROCയിൽ ഫയൽ ചെയ്യണം. എന്നാലേ ബൈബാക്കിന് പോകാൻ പറ്റത്തുള്ളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു ഇൻസോൾവൻസിയുടെ സൂചനയാണോ, കമ്പനി അടച്ചുപൂട്ടാനുള്ള സൂചനയാണോ, ക്രെഡിറ്ററിൽ നിന്നും പൈസകൾ തിരിച്ചു കൊടുക്കാതിരുന്ന് മുങ്ങാനുള്ള പരിപാടി വല്ലതും ആണോ എന്ന് അപ്രിഹെൻഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങളതൊന്നുമല്ല, ഞങ്ങൾ സോൾവൻ്റ് ആണ് എന്ന് പറഞ്ഞ് കമ്പനിയുടെ ഡയറക്ടർ, MD ഉൾപ്പെടെ ഡയറക്ടർ ROCയിലെ SH9 എന്ന് പറയുന്ന ഡോക്യുമെന്റിൽ ഫോമിൽ എന്ത് ഫയൽ ചെയ്യണം കുട്ടികളെ? ഒരു DOS, ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഫയൽ ചെയ്യണം. ആയിട്ടും എല്ലാ പ്രോസസ്സും കഴിയുന്ന പോലെ റിട്ടേൺ ഓഫ് ബൈബാക്ക് ഫയൽ ചെയ്യണം. എല്ലാ ബൈബാക്കിൻ്റെ പ്രോസസ്സും കഴിഞ്ഞ് 30 ഡേയ്സിനകത്ത് SH11 എന്ന് പറയുന്ന ഫോമിൽ നിങ്ങൾ റിട്ടേൺ ഓഫ് ബൈബാക്ക് ROCയിൽ ഫയൽ ചെയ്യണം. എത്ര ബൈബാക്ക് ചെയ്തു, ഏത് പ്രൈസിന് ബൈബാക്ക് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ലാസ്റ്റിൽ പേയ്മെൻറ്റ് കൊടുക്കണം. സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ആയിട്ടും അത് കഴിഞ്ഞു, പെനാൽറ്റി. അപ്പോൾ അത്രയും കാര്യങ്ങളോ. അപ്പോൾ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് സാറ് പറയാം ബിഫോർ യു ഗോയിങ് ടു മോർ ടെക്നിക്കൽ ആസ്പെക്ട്സ്. എല്ലാവരും കേൾക്കുക. ഇതാണ് നിങ്ങൾ അടുത്ത ക്ലാസ് തുടങ്ങുന്ന മുമ്പ് ഇത് പഠിച്ച് പറഞ്ഞിട്ട് തുടങ്ങാം. അറൗണ്ട് 12-15 പോയിന്റ് ഞാൻ ഒന്നുകൂടി ഒന്ന് ബേർഡ്സ് ഐ വ്യൂവിൽ പറയാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കുട്ടികളെ സോഴ്സസ് ഓഫ് ബൈബാക്ക് ആണ്. 3 സോഴ്സിൽ നിന്നാണ് ബൈബാക്ക് ചെയ്യുന്നത്. കേട്ടല്ലോ എല്ലാവരും? രണ്ടാമത്തെ പോയിന്റ് ആർട്ടിക്കിൾസ് പ്രൊവിഷൻ വേണം. മൂന്നാമത്തെ പോയിന്റ് ലിമിറ്റ് ആണ്. നിങ്ങൾക്കറിയാം ലിമിറ്റ് നിലയിൽ 10%, 20% ആ ലിമിറ്റിനെ കുറിച്ച് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്ന് പറയില്ല, മൂന്നാമത്തെ പോയിന്റ് ആ ലിമിറ്റിൻ്റെ അകത്തൊരു 25% ലിമിറ്റ് ഉണ്ട്, അതും പറയുക. ആൻഡ് ഈ അകത്തുള്ളത് ഷെയർ ഹോൾഡർ റൂട്ടിന് മാത്രമേ ഉള്ളൂ, ബോർഡ് റൂട്ടിനില്ല. ഷെയർ ഹോൾഡർ റൂട്ട് 25% റൂട്ടിന് മാത്രമേ അകത്തുള്ള 25% ബ്രാക്കറ്റ് ഉള്ളൂ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. 2:1 മുകളിൽ കൂടാൻ പാടില്ല. ഗവൺമെന്റ് കമ്പനിക്ക് 6:1 ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പാർട്ടി പെയ്ഡ് അപ്പ് ഷെയർസ് എല്ലാം ഫുള്ളി പെയ്ഡ് അപ്പ് ആക്കണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 2 ബൈബാക്ക് നമ്മുടെ ടൈം ഗ്യാപ്പ് 1 വർഷമാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബൈബാക്കിന്റെ റെസൊല്യൂഷൻ പാസ് ചെയ്തതിൽ 1 വർഷത്തെ ബൈബാക്ക് ചെയ്ത് തീർത്തിരിക്കണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ബൈബാക്ക് ആണ്. 3 മെത്തേഡാണുള്ളത്. ഒന്ന് പ്രൊറേറ്റ ബേസിസിൽ, രണ്ടാമത്തെ വന്നിട്ട് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ OMO, മൂന്നാമത്തെ വന്നിട്ട് എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷനിൽ വഴി എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ളതും സർട്ടിഫിക്കറ്റ് വഴി കൊടുത്തിട്ടുള്ള ഷെയർസ് മാത്രം ബൈബാക്ക് ചെയ്യുക. അവിടെ പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കോമൺ ഷെയർ ഹോൾഡേഴ്സിന്. കുട്ടികളെ അടുത്ത പോയിന്റ് തോന്നുന്നത് മേടിച്ച് കൂട്ടിയ ഷെയർ ഫിസിക്കൽ ഷെയർ ആണെന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനകത്ത് ഫിസിക്കലി എക്സ്റ്റിംഗ്വിഷ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിരിക്കണം. റീ ഇഷ്യൂ എന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഇല്ല. കുട്ടികളെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബൈബാക്ക് നടത്തിയാൽ 6 മാസത്തേക്ക് ഫർദർ ഇഷ്യൂ, റൈറ്റ് ഷെയർസോ ബോണസ് ഇഷ്യൂ വഴി ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല, എക്സെപ്റ്റ് കൺവേർഷൻ ഒബ്ലിഗേഷൻസ് ചെയ്യുന്നത് മാത്രം. കുട്ടികളെ 11ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബൈബാക്ക് തുറന്നു വെച്ചിരിക്കേണ്ടത് മിനിമം 15 ദിവസവും, ബൈബാക്ക് ഓഫർ തുറന്നു വെച്ചിരിക്കേണ്ടത് മിനിമം 15 ദിവസവും, മാക്സിമം 30 ഡേയ്സുമാണ്. കുട്ടികളെ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര ബൈബാക്ക് ചെയ്തു, എത്ര പ്രൈസിന് ബൈബാക്ക് ചെയ്തു, ആരെന്നൊക്കെ ബൈബാക്ക് ചെയ്തു എന്നുള്ള മൊത്തം ഡീറ്റെയിൽസ് എഴുതി വെക്കുന്ന രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന്റെ ഫോർമാറ്റാണ് SH10. കുട്ടികളെ അടുത്ത ബൈബാക്ക് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതാണ്. ROCയിൽ MGT14 ഫയൽ ചെയ്യണം. ഇവിടെ പ്രോസ്പെക്ടസ് പോലെ തന്നെ ഇവിടെയും ഒരു ഓഫർ ഡോക്യുമെന്റ് നമ്മൾ കൊടുക്കണം, റൈറ്റ് ഷെയർസ് പോലെ. ആ ഓഫർ ഫോർമാറ്റാണ് SH8, അത് ഫയൽ ചെയ്യണം ROCയിൽ. ഏറ്റവും നിർണായകമായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് SH9 ആണ്. DOS, ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. കമ്പനി 1 വർഷമായിട്ടും വരുന്ന എല്ലാ ലയബിലിറ്റീസും കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കുമെന്നും കമ്പനി സോൾവൻ്റ് ആണെന്നും കമ്പനിയുടെ സാമ്പത്തിക ശേഷിയിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് കമ്പനിയുടെ MD ഉൾപ്പെടെ ഒരു ഡയറക്ടറും കൂടി ചേർന്ന് ROCയിൽ ഫയൽ ചെയ്യേണ്ട ഒരു ഡിക്ലറേഷൻ ഓഫ് സോൾവൻസിയാണ് SH9. ബൈബാക്ക് കഴിഞ്ഞ് ROC റിട്ടേൺ ഫയൽ ചെയ്യണം SH11. എന്നിട്ട് പൈസ കറക്റ്റായിട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. അറൗണ്ട് 14-15 പോയിന്റായി. ഇനിയും 2-3 പോയിന്റ് ഉണ്ട്. അതെല്ലാം തീർത്തിട്ട് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഐ വിൽ കം ടു ദാറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന EGM നോട്ടീസിൻ്റെ അകത്ത് ഇതൊരു സ്പെഷ്യൽ ബിസിനസ് ആണ്, ബൈബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് എന്നൊക്കെയറിയാം. അതിനൊരു എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് വേണം. ആയിട്ടും ആ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് പോലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവണം എന്തിനാണ് ഈ ബൈബാക്ക്, എന്ത് പർപ്പസിനാണ് ബൈബാക്ക്, ഈ പൈസ എവിടെ നിന്ന് വരുന്നു, ഈ ഏതൊക്കെ ഷെയർസാണ് ബൈബാക്ക് ചെയ്യാൻ പോകുന്നത്, എത്ര ഷെയർസാണ് ബൈബാക്ക് ചെയ്യാൻ പോകുന്നത്, ഏത് മെത്തേഡിലാണ് ബൈബാക്ക് ചെയ്യാൻ പോകുന്നത്, ഈ പ്രൈസ് എങ്ങനെ എത്തി, ഏത് എമൗണ്ട് എങ്ങനെ എത്തി, ബേസിസ് ഓഫ് അറൈസിങ് ദിസ് ബൈബാക്ക് മണി, ഇതെല്ലാം. ഇവിടെയും ബുക്ക് ബിൽഡിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ബൈബാക്ക് ചെയ്യുന്നത്. പ്രൈസ് ബാൻഡ് ഒക്കെ വെച്ചിട്ടാണ് ബൈബാക്ക് ചെയ്യുന്നത്.
സ്വാഭാവികമായിട്ടും ഇവിടെയും പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ബൈബാക്ക്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കുട്ടികളെ EGM നോട്ടീസിൻ്റെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവും. ഓക്കെ, കഴിഞ്ഞു. ഇനി വളരെ നിർണായകമായിട്ട് 2 സെക്ഷനും കൂടെ ഇനിയുണ്ട്. സോ ഫാർ എനി ഡൗട്ട്സ്? കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് ഇനി നമുക്ക് നോക്കാനുണ്ട്. വെയിറ്റ് ഫോർ ദാറ്റ്. ലെറ്റ് മീ ഫസ്റ്റ് കംപ്ലീറ്റ് ദിസ് ലോ. അപ്പോൾ ഇത്രയും നേരം പഠിപ്പിച്ച് അറൗണ്ട് 14-15 പോയിന്റ് അടുത്ത ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാ കുട്ടികളും ആദ്യം പഠിച്ച് പറഞ്ഞിട്ട് തുടങ്ങിയാൽ. ഓക്കെ, പഠിക്കുമല്ലോ അല്ലേ? ക്ലിയർ ആയിട്ട് ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് പഠിക്കും. നല്ല രസമാണ് പഠിക്കാനായിട്ട്. ഫോം നമ്പർ വെച്ച് പഠിക്കുക. കുഴപ്പമില്ലല്ലോ? സോഫർ ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ 2 സെക്ഷനും കൂടെ നോക്കിയിട്ട് നമുക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ ചർച്ച ചെയ്യാം. 68 ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത്. കുട്ടികളെ ഇനി 69 ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഇത് വളരെ ശ്രദ്ധിച്ചേക്കണേ. നമ്മൾ 3 സോഴ്സിൽ നമുക്ക് ബൈബാക്ക് ചെയ്യാം. ഫ്രീ റിസർവ്സ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, അതുപോലെ തന്നെ പ്രൊസീഡ്സ് ഓഫ് എർലി ഇഷ്യൂ. ഇതിൻ്റെ അകത്ത് ഫ്രീ റിസർവ്സിൽ നിന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ബൈബാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തുല്യ എമൗണ്ട് നിങ്ങൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. CRR അക്കൗണ്ട് ഒക്കെ അറിയാമല്ലോ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ യൂസ് ചെയ്യാം, വേറെ എന്തെങ്കിലുമൊക്കെ റൈറ്റ് ഓഫ് യൂസ് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ ആ അക്കൗണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ CRR അക്കൗണ്ട് അൺഇഷ്യൂഡ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണിത്. അപ്പോൾ ഫ്രീ റിസർവ്സ് ചെയ്യുന്നോ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ഇതിന് സോഴ്സ് ബൈബാക്കിന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ എമൗണ്ട് നിങ്ങൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റണം. ഇതെന്താണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാം. സെക്ഷൻ 69 ലാസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ നിങ്ങൾ ഇത്രയും കടിച്ചാപ്പൊട്ടത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പോലും ചിലപ്പോൾ ചോദിക്കുന്നത് ഇതായിരിക്കും. സെക്ഷൻ 70 ബൈബാക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ കയറി ചോദിച്ചു കളയും. സെക്ഷൻ 70 കുട്ടികളെ ബൈബാക്ക് ചെയ്യാൻ പാടില്ലാത്തത് എങ്ങനെയാണ്? ബൈബാക്ക് വന്നിട്ട് സബ്സിഡറി കമ്പനി വഴിയെ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. അതായത് അവരെ ഷെയർ ബൈബാക്ക് ചെയ്ത് അവരെ മാത്രം അതിന് എക്സിറ്റ് ചെയ്യുന്ന പരിപാടി നടക്കത്തില്ല. ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വഴി ബൈബാക്ക് ചെയ്യാൻ പാടില്ല. പല ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളും നിങ്ങളെ കമ്പനിയിൽ ഷെയർ വെച്ചിട്ടുണ്ടാവും. ആ ഷെയർ മാത്രം തിരിച്ച് ബൈബാക്ക് ചെയ്യുക, അത് നടക്കത്തില്ല. മനസ്സിലായി? കാരണം എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും എക്സിറ്റ് റൂട്ട് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ വേണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കുട്ടികളെ കമ്പനിയുടെ ഡിക്ലെയർഡ് ഡിവിഡൻഡോ ഡിബഞ്ചറോ ഡെപ്പോസിറ്റോ, ഞാൻ എപ്പോഴും 3D, ഈ 3Dയും തിരിച്ചു കൊടുക്കാനായിട്ട് വയലേഷൻ കിടക്കുമ്പോഴോ കഴിഞ്ഞ അതായത് 3 വർഷമായിട്ടും DDD വയലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈബാക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇഷ്ടംപോലെ പൈസ ഉള്ളതുകൊണ്ടല്ലേ ബൈബാക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ ആ ഡിക്ലെയർഡ് ഡിവിഡൻഡ് കൊടുക്കൂ, ഡെപ്പോസിറ്റ് തിരിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ ഡിബഞ്ചർ തിരിച്ചു കൊടുക്കൂ. പൈസ ഇല്ലേ? അപ്പൊ ഇതൊക്കെ പെൻഡിങ് വെച്ച് നിങ്ങൾ എവിടെയാണ് ബൈബാക്ക് ചെയ്യാൻ പോകുന്നത്? അതാണ് ചോദ്യം. അതുകൊണ്ട് ഇഫ് യു ഹാവ് എക്സസ് മണി പ്ലീസ് ഗോ ആൻഡ് സർവീസ് യുവർ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് മീൻസ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ഡിക്ലെയർഡ് ഡിവിഡൻഡ്. ശരിയല്ലേ? അതുകൊണ്ട് ഈ 3Dയും 3D ഡിക്ലെയർഡ് ഡിവിഡൻഡ്, ഡിപ്പോസിറ്റ്, ഡിബഞ്ചർ 3 വർഷമായിട്ട് ഡീഫോൾട്ട് വരുത്തിക്കുന്ന കമ്പനികൾ തൽക്കാലം ബൈബാക്കിന് പറ്റത്തില്ല എന്നുള്ള കാര്യം മറക്കരുത്. ലാസ്റ്റ്ലി 3 സെക്ഷൻ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 92 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് 123 അതൊരു ഡിക്ലറേഷൻ ഓഫ് ഓൾറെഡി പറഞ്ഞതാണ്. നെക്സ്റ്റ് അതും ഇത് തന്നെയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്തിട്ടില്ല. 3 സെക്ഷൻ വയലേഷൻ. 92 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. 127 ഡിവിഡൻഡ് സമയത്തിന് 30 ഡേയ്സ് കൊടുത്തില്ല. 123 ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. 127 പെനാൽറ്റി ഫോർ നോട്ട് പേയിങ് വിത്തിൻ 30 days ആൻഡ് അൾട്ടിമേറ്റ്ലി യു ആർ നോട്ട് ഫൈൽഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സെക്ഷൻ 129. ഇത്തരം സാഹചര്യങ്ങളിലും ഇതൊക്കെ ഡീഫോൾട്ട് വരുത്തി കിടക്കുമ്പോൾ ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈബാക്ക് ചെയ്യാൻ പാടില്ല. So prohibition of buyback should not do through subsidiary company, should not do through investment company, should not do while the DDD provisions are violated for 3 years. And next one is you had not filed the annual return in time, violation of section 92. Next one is you had not filed the financial statements under section 129. Next one is you had not declared dividend and you had not paid the dividend with a time limit, read with section 123 and 127 violation. So whenever there is such violations, you are not supposed to do any buyback. So perfectly you should be a good company. All partly paid shares company shares should be made fully paid. Why buyback? Already we discussed this.
So with this, the buyback theoretical area is over. And make sure that 69, 70, പൊതുവെ കുട്ടികൾ 68 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തളരുമെന്നാണ് പറയുന്നത്. പിന്നെ 69 പഠിക്കാൻ സമയം കിട്ടത്തില്ല, പ്രത്യേകിച്ച് 70 വളരെ ഇമ്പോർട്ടൻ്റ് എക്സാം പർപ്പസിന്. സോ മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റഡി ഇറ്റ് വെരി വെരി മെറ്റിക്കുലസ്. ഓക്കെ, സോ എനി ഡൗട്ട്സ് യു കൻ ആസ്ക്. ഐ വിൽ ഗീവ് യു 2 minutes ടൈം ടു ആസ്ക് എനി ഡൗട്ട്സ്. ആഫ്റ്റർ ദാറ്റ് we'll doing a problem or some metrics things, so which I don't want to record because it's a privilege for only for the live students. So I will stop the recording. So any clarifications so far? So buyback is a very interesting area, very technical area, little bit accountancy based or little bit financial management based. ഇവിടെ പലപ്പോഴും പഠിക്കുന്ന വെച്ചാൽ കുട്ടികൾ വെറുതെ ലോ പഠിച്ചു. നമ്മൾ ഇനിഷ്യൽ ഡിസ്കഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തിന് ബൈബാക്ക് ചെയ്യണം, അതിൻ്റെ EPSൻ്റെ കാൽക്കുലേഷൻ, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ആൻഡ് യു നെവർ സ്റ്റഡി ദിസ് ഇൻ യുവർ ലൈഫ് ബിക്കോസ് യു ഹാവ് നത്തിങ് to study about share in your final professional course. So any doubts, clarification, don't hesitate. Sir, മനസ്സിലായില്ല, അതൊന്നും കുഴപ്പമൊന്നും ചോദിക്കാം. ബിക്കോസ് കൂടെയുള്ള ബാച്ച് തീരാറായി, ഇന്ന് വൈകിട്ട് തീരും. അവരുടെ ബൈബാക്ക് പഠിപ്പിച്ചപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അടുത്ത ദിവസം ഒരു കുട്ടി വന്ന് ചോദിച്ച ഡൗട്ട് ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞു. കാരണം വെച്ചാൽ വളരെ ബേസിക് ആയിട്ട് ഡൗട്ട്. അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് അദ്ദേഹം ബൈബാക്ക് ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്. സോ ദാറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ്. ആസ് എ സ്റ്റുഡൻറ്റ് യു ഹാവ് ടു ആസ്ക് ഡൗട്ട്സ്. നമുക്കിനി 3-4 ക്ലാസ്സേ കാണത്തുള്ളൂ. സോ എനി ഡൗട്ട്സ്? And if you want me to repeat anything, I am ready to answer. So, am I clear? Any clarification? ഇല്ല സർ, ക്ലിയർ ആണ്. Yes, very good. So, you please study very well. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി ഈ എല്ലാ പോയിന്റ്സും, ഓക്കെ, ഐ തിങ്ക് ഇറ്റ് വിൽ കം അറ്റ് അറൗണ്ട് 15 points. 15 പോയിന്റ് ഒന്ന് പഠിച്ച് പറയുക. എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്ക് തുടങ്ങിയാൽ മതി. ഓക്കെ, ഇനി അങ്ങോട്ട് 2 ചാപ്റ്റർ കുറച്ച് എളുപ്പമാണ്. മെമ്മറാൻഡവും അതുപോലെ തന്നെ ഡോക്ടറിൻസും ഒക്കെയാണ്. സോ ഇറ്റ് ബി വെരി ഈസി ഫോർ യു. മറ്റേ ബാച്ചിൽ ദേ ആർ വെരി ഹാപ്പി ബിക്കോസ് അവസാനമാകുമ്പോൾ ടെൻഷൻ വരുമല്ലോ, ഇതൊക്കെ ഇനി പഠിക്കണം. പക്ഷേ വളരെ എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. സോ ഇറ്റ് ഇസ് വെരി ഈസി. സോ ഐ വിൽ സ്റ്റോപ്പ് ദ റെക്കോർഡിംഗ്. നൗ വിൽ ഗോ ടു സം പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്. ഓക്കെ.